ഋഷി, നമസ്തേ. ഉം. എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് പോകുന്നത്, കാരണം എനിക്ക് ലോഗിൻ ആയിട്ട് ചെയ്തിട്ടില്ല. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇപ്പം നാലാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആ, കഴിഞ്ഞ തവണ നമ്മൾ ഫലശ്രുതിയിൽ പോയി. ഇന്ന് പൂർവ്വഭാഗം തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും ബേസിക്കലി ലളിതാ സഹസ്രം പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ ഈ ഒരു രണ്ട് ഘട്ടങ്ങളെയും ആ, വളരെ ചില സമയത്ത് വളരെ വൽക്കരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. ഇത് കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ ബാച്ച് തുടങ്ങുമ്പോഴാണ് അവിനാശ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നതും നമ്മൾ അതുവഴി തന്നെയാണ് യാത്ര ചെയ്തത്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ തന്നെയാണ് ഈ ക്ലാസ് പോകുന്നത്. ക്ലാസ്സിന് ഇപ്പോൾ അവിനാശ് നടക്കുന്ന ക്ലാസ് ലളിതാ സഹസ്രനാമം രണ്ടാമത്തെ ബാച്ചിൻ്റെ കുറച്ച് ശ്ലോകം കൂടി ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ക്ലാസ് തുടങ്ങാൻ വന്നിട്ടുള്ളത്. ഇത് തുടക്കത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ദേവിയുടെ എന്തെങ്കിലും ഒരു ഉദ്യമമായിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു നിയമപ്രകാരം ഒന്നും നമുക്കിത് നടത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ അവിനാശിയുടെ ബാച്ച് അടുത്ത 2-3 ദിവസം കൊണ്ട് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ട് ഞായറാഴ്ചകളിലാണ് ഈ ക്ലാസ് ഉണ്ടാവുക, ചിങ്ങം 1 വരെ. ചിങ്ങം 1 മുതൽ പിന്നെ നമ്മൾ ബാക്ക് ടു മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ഒരു 3 ദിവസം കൊണ്ട് അവിനാശി കഴിയുമായിരിക്കും അല്ലേ? ഒരു 1 വീക്ക് മതിയായിരിക്കും അല്ലേ? 1 വീക്കിന്റെ അകത്ത് കഴിയും. 1 വീക്ക് കഴിയും. അപ്പം അതുവരെ നമ്മൾ ഇപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി അടുത്ത സൺഡേ ചിങ്ങം 1 വരെ സൺഡേ ആണ് പോവുക. ചിങ്ങം 1 മുതൽ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്താൽ പറയാം അവിനാശി, അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. കുഴപ്പമില്ല. ഏതാണ് ഇവർക്ക് ഓക്കെ. എല്ലാവർക്കും കൺവീനിയൻസ്, വി ക്യാൻ ഗോ അതെ, ബൈ ദാറ്റ്. അല്ല നമ്മൾ ചിങ്ങം 1 മുതൽ പോവായിരിക്കും നല്ലത്. കാരണം ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ നടത്തുമ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഗുരുജിയോട് സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞു നമ്മൾ ചിങ്ങത്തിലാണ് അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെ സെക്കൻഡ് ബാച്ചിൻ്റെയും ഡിലേ ആയത്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഓഗസ്റ്റ് 1 പ്രതീക്ഷിച്ചെങ്കിലും നടന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരെയും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ക്ലാസ് കഴിഞ്ഞ് ഇന്നോ നാളെയോ ആയിട്ട് നമ്മൾ ഒരു ഗൂഗിൾ ഷീറ്റ് ഈ പെയ്ഡ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതിലൊന്ന് കറക്റ്റ് ഫില്ല് ചെയ്ത് തന്നാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും കൂടി നമുക്ക് ക്ലാസ്സിന് മുന്നേറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം, എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. എനിക്ക് പറ്റാവുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കാം. അപ്പം അവിനാശി, സ്വാഗതം. ക്ലാസ്സിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം തൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ക്ലാസ്സിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ 2-3 വെബിനാർ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഐ ഹവ് ആൻസേർഡ് ദം ഓൾ. നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് സംശയങ്ങളൊക്കെ ഏകദേശം ദൂരീകരിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ പൂർവഭാഗം തുടങ്ങുകയാണ്. പൂർവഭാഗം തുടങ്ങുന്ന സമയത്ത് ഒരു വന്ദനാ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. അതായത് പൂർവഭാഗത്തിൽ യഥാർത്ഥത്തിൽ ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദമാണ്. ആ സംവാദ രൂപത്തിലാണ് ലളിതാ സഹസ്രനാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കഴിഞ്ഞ വെബിനാറിൽ ഞാൻ പറഞ്ഞു, ഹയഗ്രീവനും അഗസ്ത്യനും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരശാസ്ത്രത്തിൽ, ജീവശാസ്ത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങളാണ്. അത് വെറും ഒരു വ്യക്തിത്വങ്ങളായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് മാനങ്ങളുണ്ട് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ക്രമേണ വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ രണ്ടും തമ്മിൽ സംസാരിക്കുന്നത്? ഒരാൾക്ക് കുതിരയുടെ തലയും ഒരാൾ കുംഭജനായ വളരെ ഉയരം കുറഞ്ഞിരിക്കുന്ന ആൾ. ഉയരം കുറഞ്ഞിരിക്കുന്നതിന് തന്നെ ഒരു മാനദണ്ഡമുണ്ട്.
അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, കുംഭജൻ എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ നിന്ന് ജനിച്ചവനാണ്. കുംഭകം എന്നുള്ള നമ്മുടെ ശ്വാസതാളത്തിൽ കുംഭകം എന്ന് പറയുന്നത് സാധാരണ ശ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും ഇടയിൽ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ ഒതുക്കി നിർത്തുന്ന ആ ടൈം സ്പാനിനെയാണ് നമ്മൾ കുംഭകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, അത് ശരീരത്തിലും അതുപോലെ തന്നെ മനോമണ്ഡലത്തിലും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിവർത്തനാത്മകമായ കാര്യം ആണ്. അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശക്തിയാണ് ശരിക്കും എന്ത് വിളിച്ചിട്ടുള്ളത്? കുംഭകം. ഇനി ഹയഗ്രീവനെ എടുത്താലും ഈ പറയുന്ന പോലെ അത് ശ്വാസമാണ്, പ്രാണനാണ്. അത് ഗ്രീവത്തോട് ബന്ധപ്പെടുത്തി, അതായത് നമ്മുടെ കഴുത്തിനോട് ബന്ധപ്പെടുത്തി ഗ്രീവം. ഈ ഗ്രീവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇപ്പം രാമായണ കാലഘട്ടമായതുകൊണ്ട് നമുക്കതറിയാം. ശ്രീരാമൻ്റെ സീതയെ കണ്ടെത്താനുള്ള മാർഗത്തിൽ നിർണായകമായ ശക്തിയായി വസിച്ച ഒരാളാണ് ആര്? സുഗ്രീവൻ, അല്ലേ? സുഗ്രീവനായിരുന്നു സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രീരാമനെ അധികം സഹായിച്ചത്. അവിടെയും സുഗ്രീവൻ, ഗ്രീവം എന്നുള്ള പദം കാണാം. സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ പരമമായ ബോധത്തെയും അനാഹത ശക്തിയെയും, അതായത് നമ്മുടെ ആത്മമണ്ഡലം, ശരിക്കും നമ്മുടെ ശരീരത്തെ 3 ഭാഗമായിട്ട് തിരിക്കും. തന്ത്രശാസ്ത്രപ്രകാരം, യോഗശാസ്ത്രപ്രകാരം ഏറ്റവും അടിയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ അഗ്നിമണ്ഡലം എന്ന് വിളിക്കുക. അഗ്നിമണ്ഡലം. ശരീരത്തിന് യഥാർത്ഥത്തിൽ 3 മണ്ഡലങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരം 3 മണ്ഡലങ്ങളാണ്. അതിലേറ്റവും താഴെയുള്ള മണ്ഡലമാണ് അഗ്നിമണ്ഡലം. ആ അഗ്നിമണ്ഡലത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ 2 ഭാവങ്ങൾ, അല്ലെങ്കിൽ ബോധത്തിൻ്റെ 2 പ്രധാന കവലകൾ അല്ലെങ്കിൽ ജംഗ്ഷണൽ പോയിന്റ്സ് ആണെന്ന് പറയാം. നമ്മുടെ ബോധം സഞ്ചരിക്കുന്ന 2 പ്രധാനപ്പെട്ട കവലകളുണ്ട്, അല്ലെങ്കിൽ ജംഗ്ഷണൽ പോയിന്റ്സ് ഉള്ളത്. ഒന്ന് മൂലാധാരവും ഒന്ന് സ്വാധിഷ്ഠാനവും. ഇത് രണ്ടും ഇരിക്കുന്നത് അഗ്നിമണ്ഡലത്തിലാണ്. തൊട്ട അടുത്ത മണ്ഡലം സൂര്യമണ്ഡലമാണ്. സൂര്യമണ്ഡലം. അഗ്നിമണ്ഡലത്തിൽ പിന്നെ ഈ പറയുന്ന മൂലാധാരവും സ്വാധിഷ്ഠാനവും ഒരു പരിധിവരെ മണിപൂരകത്തിനെയും ഉൾപ്പെടുത്താം. അതിനുശേഷം അനാഹതം, വിശുദ്ധി, ഈ 2 ചക്രങ്ങളെ ഉൾപ്പെടുത്തിയെന്നാണ് അടുത്ത സൂര്യമണ്ഡലം. അപ്പം മണിപൂരകം, അനാഹതം സൂര്യമണ്ഡലത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സോമമണ്ഡലമാണ്. സോമമണ്ഡലം എന്ന് പറയുന്നത് വിശുദ്ധിയെയും ആജ്ഞയെയും ഉൾപ്പെടുത്തി ഇവിടുന്ന് ഈ 3 മണ്ഡലമാണ് ശരീരം. അതായത് 6 ജംഗ്ഷണൽ പോയിന്റ്സിനെ 3 ഡിവിഷൻസ് ആക്കി തിരിക്കും. 2 ചക്രം ബിലോങ്സ് ടു അഗ്നി, 2 ചക്രം ബിലോങ്സ് ടു സൂര്യൻ, 2 ചക്രം ബിലോങ്സ് ടു ചന്ദ്രൻ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആകെ തുക എന്താണ്? അഗ്നി, സൂര്യൻ, ചന്ദ്രൻ. ഈ 3 മണ്ഡലങ്ങളാണ് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗായത്രി മന്ത്രം ആരംഭിക്കുന്നത് ഏതിലൂടെയാണ്? ഗായത്രി മന്ത്രത്തിൻ്റെ ആരംഭ ഭാഗത്തെ നമ്മൾ വിളിക്കുക വ്യാഹൃതി എന്നാണ്. വ്യാഹൃതി. വ്യാഹൃതികൾ ഏതൊക്കെയാണ്? ഭുർ, ഭുവ, സ്വഹ. ഭുർ, ഭുവ, സ്വഹ. ഈ 3 മണ്ഡലങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്ത്രത്തിലെ ഈ 3 വിഭാഗങ്ങളെയാണ്. അപ്പം ബേസിക്കലി ശാസ്ത്രപ്രകാരം, ശരീരശാസ്ത്രപ്രകാരം, തന്ത്രശാസ്ത്രപ്രകാരം, യോഗശാസ്ത്രപ്രകാരം ഒക്കെ, വൈദിക ശാസ്ത്രപ്രകാരം എല്ലാം നമ്മൾ എന്ന് പറയുന്ന അസ്തിത്വം ഈ 3 മണ്ഡലങ്ങളുടെ സ്വാധീനത്തിലാണ്, സ്വാധീന വലയത്തിലാണ്. ആ മണ്ഡലത്തിൽ ഹയം എന്ന് പറയുന്ന, ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, ശ്രീരാമൻ ഏത് കുലത്തിലാണ് ജനിച്ചത്? സൂര്യകുലം. മനസ്സിലായോ? സൂര്യൻ ഈക്വൽ ടു മണിപൂരകവും അനാഹതവും ഈ സൂര്യമണ്ഡലത്തിലാണുള്ളത്. ഈ സൂര്യമണ്ഡലത്തെ ചന്ദ്രമണ്ഡലവുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ കഴുത്താണ്. അതായത് നമ്മുടെ അനാഹതത്തിലുള്ള പ്രാണൻ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അകത്തേക്ക് വന്ന് വസിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെ നിന്നാണ് ശരീരം മുഴുവനും അത് വ്യാപിക്കുന്നത്. നമ്മൾ കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റീസ് മുഴുവനും അനാഹത ചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ശരീരം മുഴുവനും വ്യാപിക്കുന്നതിന് ബോധമണ്ഡലവുമായിട്ട് ആ പ്രാണനെ കൂട്ടി ഇണക്കുന്ന പാലമായിട്ടാണ് ആര് വർത്തിക്കുന്നത്? കഴുത്ത്. ഗ്രീവം, സുഗ്രീവം. ശ്രീരാമനെ
സീതയെ കണ്ടെത്താനുള്ള ബോധതലത്തിലേക്ക് ഉയർത്തിയത് അല്ലെങ്കിൽ സഹായിച്ചത് സുഗ്രീവനാണ് എന്ന് വാൽമീകി വളരെ കാവ്യാത്മകതയിൽ നമ്മളോട് പറഞ്ഞതാണ് രാമായണത്തിലെ ആ കഥാപാത്രം. രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും ഇതുപോലെ ശരീരശാസ്ത്രമായിട്ടും യോഗശാസ്ത്രമായിട്ടും തന്ത്രശാസ്ത്രമായിട്ടും വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. മനസ്സിലായോ? അത് കുറേയൊക്കെ ഞാൻ സ്പിരിറ്റ് ഓഫ് രാമ എന്ന് പറഞ്ഞിട്ട് യതീഷയുടെ ചാനലിൽ ഒരു 41 എപ്പിസോഡ്സ് ചെയ്തിട്ട് ഉണ്ട്. സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ ഐ ഹാവ് ഡീറ്റെയിൽഡ് ഇറ്റ്. പരമാവധി ഐ ഹാവ് ഡീറ്റെയിൽഡ് ഇറ്റ്. ഇവിടെയും ഹയഗ്രീവൻ എന്ന് പറയുന്നതും ഇതേ തത്വത്തിൻ്റെ പിൻപറ്റി വന്നിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഹയഗ്രീവൻ എന്ന് പറയുന്നതും ഇതേ തത്വശാസ്ത്രമാണ്. കാരണം പ്രാണന്റെ ശ്വാസനിശ്വാസങ്ങൾക്ക് ഇടയിൽ വരുന്നതാണ് ആര്? കുംഭകം. അകത്തേക്ക് പോയി ശ്വാസം ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ശ്വാസം എടുക്കുന്നത് അകത്തേക്ക് ആ ഒരു ഫ്ലോ കഴിഞ്ഞിട്ട് പുറത്തേക്കുള്ള ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഇടയിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ശ്വാസം നിലയ്ക്കുന്നുണ്ട്. അതിനെയാണ് അകത്തേക്ക് പോയിട്ട് ആ നിലയ്ക്കുന്ന സ്പാൻ ഓഫ് ടൈമിനെയാണ് കുംഭകം, അന്തർകുംഭകം എന്ന് വിളിക്കുക. പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ച് അകത്തേക്കുള്ള ശ്വാസപ്രയാണത്തിന്റെ ഇടയിൽ അവിടെയും ഒരു പോസ് ഉണ്ട്, ഒരു നാനോ പോസ് ഉണ്ട്. അതാണ് ബാഹ്യകുംഭകം. അപ്പം ഹയഗ്രീവനും അഗസ്ത്യനും സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിലെ ശാസ്ത്രീയത എന്താണ്? നമ്മുടെ ബോധം ശരിക്കും ഉണർച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ബോധം ഡിപ്രഷനിലേക്ക് പോകുന്നതും എഗ്രഷനിലേക്കും വരുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? മനസ്സാണ് ബോധത്തെ ഡിപ്രഷനിലേക്കും എഗ്രഷനിലേക്കും കൊണ്ടുപോകുന്നത്. സത്യല്ലേ? ആണ്. മനസ്സ് എന്നുള്ളത് എങ്ങനെ രൂപപ്പെടുന്നു? നിങ്ങളുടെ ശരീരത്തിലൊരു അവയവമൊന്നല്ല മനസ്സ്, നമുക്കറിയാം അല്ലേ? അവയവമല്ല. അപ്പൊ മനസ്സെങ്ങനെ രൂപപ്പെടുന്നു? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളായ പഞ്ചേന്ദ്രിയങ്ങള് അകത്തേക്ക് ഒരുപാട് ഇൻഫർമേഷനെ അകത്തേക്ക് കൊണ്ടുവരും. ഒരുപാട് ഇൻഫർമേഷൻ സെൻസസിലൂടെ അകത്തേക്ക് വരും. ആ സെൻസസിലൂടെ അകത്തേക്ക് വരുന്ന ഇൻഫർമേഷനാണ് മനസ്സെന്ന ആ ഒരു പ്രതിഭാസത്തെ ഫോം ചെയ്യിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ബുദ്ധി വന്നിരുന്ന് അനാലിസിസ് ചെയ്യുന്നത്. അകത്തേക്ക് സെൻസസിലൂടെ വരുന്ന ഇൻഫർമേഷൻ നമ്മുടെ ബോധത്തെ സ്വാധീനിക്കുമ്പോഴാണ് ബോധം താഴ്ചയിലേക്ക് പോകുന്നത്, ഡിപ്രഷനിലേക്ക് പോകുന്നത്. നമുക്ക് സങ്കടം വരുന്നത് എന്താണ്? നമ്മുടെ ബോധത്തിന് ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതത്തിന് ഇഷ്ടമല്ലാത്തതോ എന്തോ നമ്മൾ കണ്ണിലൂടെയോ അല്ലെങ്കിൽ ചെവിയിലൂടെയോ ശബ്ദമായി കേൾക്കുന്നതോ നാക്കിലൂടെ രുചിക്കുന്നതോ ഒക്കെ ആയ അനുഭവങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. നമ്മുടെ ഭാവത്തെ സ്വാധീനിച്ച് നമ്മുടെ ബോധത്തെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിന്റെ താളം എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ശ്വാസതാളം വിൽ ഡ്രാസ്റ്റിക്കലി കം ഡൗൺ, റൈറ്റ്? ഇനി നിങ്ങൾ കോപം വരുന്ന സമയത്ത്, നിങ്ങൾ എഗ്രസീവ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിന്റെ താളം എങ്ങനെ ഇരിക്കും? ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിന്റെ സയൻസ് ഇരിക്കുന്നത്. ഇവിടെയാണ് സയൻസ്, അതിന്റെ ആക്ച്വൽ സയൻസ് ഇരിക്കുന്നത്. ഹയഗ്രീവനും കുംഭജനായ അഗസ്ത്യനും തമ്മിൽ സംവാദം. അതിന്റെ അർത്ഥം ദ ബ്രീത്തിങ് പാറ്റേൺ. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കും, അതിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും, വീണ്ടും അയാൾ ഇങ്ങോട്ട് സംസാരിക്കും, വീണ്ടും. അവിടെ ഒരു പാറ്റേൺ, കൃത്യമായ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം നമ്മുടെ ശ്വാസത്തിന്റെ ഗതി കൺട്രോൾ ചെയ്താൽ നമ്മുടെ ബോധം സ്ഥായി ആയിരിക്കും, നമ്മുടെ മനസ്സ് സ്ഥായി ആയിരിക്കും, ബോധം സ്ഥായി ആയിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ഒരു മനസ്സല്ലേ? ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത മനസ്സിന് നമ്മുടെ പ്രാണന്റെ ഗതിവിഗതികൾ ബാലൻസ്ഡ് ആയിരിക്കണം. പ്രാണന്റെ ഗതിവിഗതികൾ ബാലൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ പ്രധാന ബോധം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അതിനാണ് നമ്മൾ യോഗശാസ്ത്രത്തിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പൂജ ചെയ്യുമ്പം പൂജാരി വന്നിട്ട് പൂജ ആരംഭിക്കുന്നതിന് മുമ്പേ മൂപ്പര് പ്രാണായാമം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഏതെങ്കിലും പൂജ കാണുമ്പോൾ നോക്കിയാൽ മതി. പൂജ തുടങ്ങുന്നതിന് മുൻപേ അദ്ദേഹം പ്രാണായാമം ചെയ്യും. എന്തിനാണ്? അനുലോമ വിലോമ പ്രാണായാമമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയാം. അനുലോമ വിലോമം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് അകത്തേക്ക് കുറച്ച് സമയം പിടിച്ച് വലതു മൂക്കിലൂടെ വിട്ട് വീണ്ടും വലതു മൂക്കിലൂടെ ശ്വാസം എടുത്ത് അകത്ത് പിടിച്ച് വീണ്ടും ഇടതു മൂക്കിലെ വിടുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ അനുലോമ വിലോമം പറയാം. ഇതെന്തിനാ ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അക്ഷര മാതൃകകളിൽ നിങ്ങളുടെ
സ്വരാക്ഷരങ്ങളിലെ അവസാന അക്ഷരം എന്താണ്? സ്വരാക്ഷരത്തിലെ അവസാന അക്ഷരം വിസർഗമാണ് ശരിക്കും, അല്ലേ? സ്വരാക്ഷരത്തില് ആ ആ ഇ ഈ ഉ ഊ എന്ന് പറഞ്ഞിട്ട് ആ അക്ഷരങ്ങൾ അവസാനിക്കുന്നത് അം അഹ എന്ന് പറഞ്ഞിട്ടാണ്. ആ എന്ന അക്ഷരം ശരിക്കും അവിടെ ഇല്ല, ഹ എന്നേ ഉള്ളൂ, ഹ. പക്ഷെ അത് ഉച്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് അകാരത്തിന്റെ സഹായം എടുത്തിട്ടാണ് അം അഹ എന്ന് വിളിക്കുന്നത്. നമ്മൾ അക്ഷരങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം എന്താണ് ഈ ബിന്ദുവും വിസർഗവും? ബിന്ദു എന്ന് പറഞ്ഞാൽ ശിവനാണ് യഥാർത്ഥത്തിൽ. ബിന്ദു ശിവനും വിസർഗം എന്നുള്ളത് ശക്തിയുമാണ്. അതുകൊണ്ടാണ് പ്രകൃതി ശക്തിയാണെന്ന് വിളിക്കുന്നത്. എന്തിനാണെന്ന് അറിയോ? ഞാനും നിങ്ങളുമാകുന്ന ഈ ശരീരം എന്ന പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ശ്വാസമാണ്. മൂക്കിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂക്കിന് എത്ര ദ്വാരമുണ്ട്? വിസർഗ ശക്തിയാണ് നമ്മുടെ മൂക്ക്. വിസർഗത്തിന്റെ പ്രത്യക്ഷമായ നിങ്ങളുടെ ശരീരത്തിലെ വിസർഗം ശക്തിയുടെ ഇരിപ്പിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി പറയാം, ഫ്രം ഹിയർ ഷീ സ്റ്റാർട്ട്സ്. കാരണം പ്രകൃതിയിൽ പ്രാണനായി ഈ രണ്ട് വിസർഗ ശക്തികളിലൂടെ അകത്തേക്ക് ഇറങ്ങുന്ന അവൾ എൻ്റെ ശരീരമാകുന്ന പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ നിലനിർത്തുന്നു. മനസ്സിലായോ? അപ്പം ആ വിദ്യ, ശ്വാസം എന്ന പ്രാണവിദ്യ, ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള ബാലൻസ്ഡ് ആയ ആ ഒരു ഋതത്തില് ബോധത്തെ സദാ ഈശ്വരീയമായി നിലനിർത്തുന്നു, ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തുന്നു. അതാണ് യഥാർത്ഥത്തിൽ പൂർവ്വഭാഗത്തിലെ ലളിതാ സഹസ്രം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദ രൂപേണ എന്ന് പറയുമ്പം ഇത് ഏതോ കാലത്ത് ഒരു അശ്വാനനായ ഹയഗ്രീവൻ ഈ പറയുന്ന കുംഭജനായ അഗസ്ത്യനോട് സംസാരിച്ചു എന്നുള്ളതല്ല യഥാർത്ഥ അർത്ഥം. അത് ആലങ്കാരികമായി പറഞ്ഞു വെച്ചതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ അണ്ടർഗോ ചെയ്യാൻ പോകുന്ന പ്രോസസ്സും അത് നമ്മുടെ ശരീരത്തെ കേന്ദ്രീകരിച്ചിട്ടാണ്. നമ്മുടെ ശ്വാസത്തെയും നമ്മുടെ ബോധത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ലളിതാ സഹസ്രനാമം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കുന്ന ദേവി നിങ്ങൾക്ക് പുറത്തല്ല. ഈ എൻറ്റയർ സഹസ്രനാമം എന്ന് പറയുന്ന ശാസ്ത്രം, ശ്രീവിദ്യ എന്ന് പറയുന്ന ശാസ്ത്രം ഒക്കെ ഞാനാകുന്ന മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ആ മനുഷ്യനില് ഈശ്വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം മനുഷ്യന് രണ്ട് പ്രകൃതം ഉണ്ടല്ലോ, അല്ലേ? നാരായണനായും നരനായും കാണാം. അപ്പൊ അതുകൊണ്ട് ഒരു മൃഗീയ ഭാവവും എൻ്റെ ഉള്ളിലുണ്ട്, ഒരു ഈശ്വരീയ ഭാവവും എൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ഈശ്വരീയ ഭാവത്തെ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ശാസ്ത്രങ്ങളെയാണ് ഞാൻ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് പൂർവ്വഭാഗത്തിൽ നമുക്ക് മിനിമം നമുക്ക് ധാരണയുണ്ടാകേണ്ട വിഷയം. ഇനി നമ്മൾ പൂർവ്വഭാഗം ഈ പറയുന്ന പോലെ തുടങ്ങുന്നത് തന്നെ ദേവിയോടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. സാക്ഷാൽ ഞാൻ ഈ പറയുന്ന ആ ശ്വാസത്തെ, ആ ഹയഗ്രീവനെ ഉണർത്തുന്ന ആ പ്രാണൻ, ഹയഗ്രീവൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ കഴുത്തിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് അകത്തേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയാകുന്ന ശക്തിയെ, ആ പരാശക്തിയെ സ്മരിച്ചിട്ടാണ് നമ്മൾ പൂർവ്വഭാഗത്തിലേക്ക് ഇറങ്ങുക. അപ്പം ശ്ലോകം ഞാനിവിടെ PDF നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കിട്ടിയിട്ടുണ്ടോ? പ്രാർത്ഥനാ ശ്ലോകങ്ങളുടെ ഒരു 7 ശ്ലോകങ്ങൾ അടങ്ങുന്നത് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഫൈൻ. കിട്ടാത്ത ആൾക്കാർക്കും പാനിക് ആവണ്ട, അത് ഗ്രൂപ്പിൽ ഉണ്ടാവും. നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ആവാത്ത ആളുകൾ ഇതിലുണ്ടെങ്കിൽ ലേറ്റർ ഓൺ നിങ്ങൾ ചോദിച്ചാൽ ദ കോപ്പി ഈസ് ദെയർ, ദേ ക്യാൻ സർക്കുലേറ്റ്, ഡോണ്ട് വറി. ഇപ്പം ഞാൻ ക്ലാസ്സിൽ എടുക്കാനുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് സ്ലൈഡ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അതർവൈസ് PDF ഓൾറെഡി ഈ പറയുന്ന പോലെ ദേവനാഗരിയിലും മലയാള അക്ഷരത്തിലും അതുപോലെ തന്നെ ട്രാൻസ്ലിറ്ററേറ്റഡ് ഇംഗ്ലീഷ് ലിപിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. യു വിൽ ബി ഗെറ്റിംഗ്, പാനിക് ഒന്നും ആക്കണ്ട, ഞാൻ ചോദിച്ചൊന്നും മാത്രമേ ഉള്ളൂ. യു വിൽ ബി ഗെറ്റിംഗ്, ഡോണ്ട് വറി. അത് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാലും മതിയാവും. ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ ഒരു പാനിക് അറ്റാക്ക് ഒന്നും ഉണ്ടാക്കണ്ട, അതെന്തായാലും കിട്ടും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ശ്ലോകം. ഇതിൽ വരുന്ന ഒന്നാമത്തെ ശ്ലോകം ഇതാണ്: മാത ശ്രീലളിതയെ പ്രസീത. ഒന്നാമത്തെ ശ്ലോകം ഇത് നിങ്ങൾ ചിലപ്പം സൗന്ദര്യലഹരിയിലൊക്കെ ഒരു പ്രാരംഭ ശ്ലോകമായിട്ട് കാണുന്ന ഒരു ശ്ലോകമാണിത്. ലൗഹിത്യ
लौहित्यनिर्जितजपाकुसुमानुरागां पाशां कुशौ धनुरिषूनपि धारयन्तीम् ताम्रेक्षणाम् अरुणमाल्यविशेषभूषाम् താംബൂലപൂരിതമുഖീം ത്രിപുരാം നമാമി. ഇതാണ് ആ ശ്ലോകം. അതിൻ്റെ പദച്ഛേദം, ഈ ശ്ലോകത്തെ നമ്മൾ സംസ്കൃത പദങ്ങൾ സാധാരണ ശ്ലോകരചനയിൽ ഒന്നും രണ്ടും പദങ്ങളൊക്കെ ചേർത്ത് വെച്ച് സന്ധി രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാനുള്ള എളുപ്പത്തിന് ആ പദങ്ങളെ നമ്മൾ വിഘടിച്ചാൽ ഛേദിച്ചാൽ ലൗഹിത്യ നിർജിത ജപാകുസുമ അനുരാഗാം, അതാണ് ലൗഹിത്യ നിർജിത ജപാകുസുമാനുരാഗാം. പിന്നെ പാശ അങ്കുശൗ ധനു ഇഷൂൻ അപി ധാരയന്തീം. പിന്നെ താമ്ര ഈക്ഷണാം അരുണമാല്യ വിശേഷഭൂഷാം താംബൂല പൂരിതമുഖീം ത്രിപുരാം നമാമി. അതിൻ്റെ അന്വയമാണ്. അതിനെ ഒരു സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് സംസ്കൃതത്തിൽ എഴുതണമെങ്കിൽ അതാണ് അന്വയം. അഹം, അല്ലെങ്കിൽ ഗദ്യരൂപത്തിൽ, അഹം ലൗഹിത്യ നിർജിത ജപാകുസുമ അനുരാഗാം പാശ അങ്കുശൗ ധനു ഇഷൂൻ അപിധാരയന്തീം താമ്ര ഈക്ഷണാം അരുണമാല്യ വിശേഷഭൂഷാം താംബൂല പൂരിതമുഖീം ത്രിപുരാം നമാമി. അർത്ഥം എന്തായിരിക്കും? വാച്യാർത്ഥം എടുത്തു നോക്കിയാൽ സാധാരണ നമുക്ക് അതാണല്ലോ ആദ്യം നോക്കുക. ത്രിപുര എന്ന ആ സ്ത്രൈണഭാവത്തെ, ആ ഒരു സ്ത്രീ ചൈതന്യത്തെ, അല്ലെങ്കിൽ ആ ശക്തിയെ, പരാശക്തിയെ ഞാൻ വിനയപൂർവ്വം നമിക്കുന്നു. അതാണ് അഹം ലൗഹിത്യ നിർജിത, അഹം ഞാൻ നമിക്കുന്നു എന്നാണ്. അത് ജപാകുസുമം ചെമ്പരത്തി പൂവിൻ്റെ ശ്രദ്ധേയമായ ആ കടും ചുവപ്പ് നിറത്തെ, ആ തിളങ്ങുന്ന ആ കടും ചുവപ്പ് നിറത്തെ, അതിൻ്റെ ആ തീവ്രതയെ പോലും മറികടക്കുന്നത് എന്നുള്ള അർത്ഥം ഉപമ അലങ്കാര രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആഴമേറിയതും ഊർജ്ജസ്വലവുമായ ആ ചുവപ്പ്. പിന്നെ ദേവിയുടെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമായ ദേവി 4 കൈകളിൽ എന്താ പറയുക ഏന്തിയിരിക്കുന്ന 4 ആയുധങ്ങൾ. ഒന്ന് ഒരു പാശമാണ്, പിന്നെ ഒരു അങ്കുശമാണ്, പിന്നെ ഒരു ബാണചാപമാണ്, അതായത് ഇക്ഷുബാണം എന്ന് പറഞ്ഞാൽ വില്ലും അമ്പുകളും. ഇത് 4 കൈകളിലായിട്ട് ധരിച്ചതാണ് ലളിതയുടെ പ്രതിരൂപം. അവളെ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവളുടെ കണ്ണുകളെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് പറയുന്നത്. അരുണ മാല്യ വിശേഷഭൂഷാം, അതായത് അരുണവർണ്ണം, ഒരു നമ്മുടെ ഉദയസൂര്യൻ്റെ നിറം, അതാണ് അരുണ നിറം. ആ ഉദയസൂര്യൻ്റെ നിറത്താൽ താമ്ര ഈക്ഷണാം അരുണമാല്യ വിശേഷഭൂഷാം, അതായത് ഒരു ചെമ്പ് തിളക്കുന്ന സമയം, ചെമ്പ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ ഒരു ചെമ്പ് ചൂടാവുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ആ ചെമ്പിന്റെ തിളക്കം, അതാണ് താമ്രം പറഞ്ഞാൽ ചെമ്പാണ്, കോപ്പർ. ആ വർണ്ണത്തിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അതിമനോഹരമായ ചുവന്ന പൂക്കൾ കൊണ്ട് അവളെ അരുണ മാല്യ വിശേഷഭൂഷാം, ആ അരുണവർണ്ണം കൊണ്ടുള്ള പൂക്കളാൽ നിർമ്മിച്ച സങ്കീർണമായ അല്ലെങ്കിൽ വളരെ സമൃദ്ധമായ മാലകളാൽ അവളെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. മാത്രവുമല്ല താംബൂല പൂരിതമുഖീം ത്രിപുരാം നമാമി. താംബൂല പൂരിതമുഖീം, അതായത് അവളുടെ മുഖമണ്ഡലത്തിൽ അല്ലെങ്കിൽ വായിൽ വെറ്റില നിറഞ്ഞിരിക്കും. വെറ്റില ചവച്ചിട്ടുള്ള ആ ചുവപ്പ് നിറം നിറഞ്ഞിരിക്കുന്നു. അവളുടെ ചുണ്ടുകളും വായുകളും ആ ചുവന്ന നിറത്താൽ ശോഭിക്കുന്നു. ഇത് അവളുടെ ആകർഷണീയതയും ആ ദിവ്യമായ മഹത്വവും വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ സ്ത്രൈണ ചൈതന്യത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ ഇന്നത്തെ ജെൻസി കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ യങ് ആയിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. മേ ബി നിങ്ങളുടെയൊക്കെ കുട്ടികൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, ഇവിടെ എന്താണ് ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ ഇപ്പോഴാരും സ്ത്രീകളാരും താംബൂലം കഴിക്കുന്നതോ ഉപയോഗിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. പിന്നെ ഇപ്പോഴെന്തിനാണ് ഈ ഒരു ധ്യാന ശ്ലോകം? ഇത് ചേഞ്ച് ചെയ്യേണ്ട സമയമായില്ലേ? അല്ലെ? ഇപ്പോഴത്തെ സ്ത്രീകളാരും അല്ലെ, അവർ കാണുന്ന അമ്മമാരുടെ മുഖത്തൊന്നും എന്തില്ല. സ്ത്രീകളുടെ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ വർണ്ണനയും സൗന്ദര്യ സങ്കല്പവും നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കുമോ? ഈ സൗന്ദര്യ സങ്കല്പം കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പം വിചാരിക്കും ഇത് ഔട്ട്ഡേറ്റഡ് ആയ ഒരു സൗന്ദര്യ സങ്കല്പമല്ലേ. ഹൗ ക്യാൻ ഐ വിഷ്വലൈസ് എ ഗോഡസ് ലൈക്ക് ദിസ്? ഇതാണ് ഈ പറയുന്ന പോലെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഇടയിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇതാണ്. കാരണം എന്താ?
എങ്ങനെ ഞാൻ വിഷ്വലൈസ് ചെയ്യും? എനിക്ക് പരിചിതമല്ലാത്ത ഒരു രൂപമാണിത്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു രൂപം. ഇതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? ഇങ്ങനെ ഒരാൾ എൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമോ? അല്ലെ, ദേവിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക ദേവി പ്രത്യക്ഷമാവും, എനിക്ക് ദർശനം നൽകുന്നൊക്കെയാണ്. ആ ദർശനം നൽകുന്ന ദേവിക്ക് ഏതോ ഔട്ട്ഡേറ്റഡ് ആയ ഒരു രൂപമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് നമ്മുടെ യുവതലമുറ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലേ? അല്ല, സദ്യ കഴിച്ചാൽ താമ്പൂലൊക്കെ കഴിക്കാറുണ്ട്. വാട്ട് ഐ എം ടെലിങ് ദാറ്റ് ഒരു കാലത്ത് ഇത് സമൂഹത്തിന്റെ സാമാന്യമായ ഒരു വശമായിരുന്നു, എല്ലാവരും താമ്പൂലം ഉപയോഗിക്കുന്നത്. ഇന്ന് താമ്പൂലം ഉപയോഗിക്കുന്നത് തന്നെ ഒരു അൺസിവിലൈസ്ഡ് ആയ അൺകൾച്ചേർഡ് ആയ മാനർ ആയിട്ടല്ലേ പറയാ. നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയിട്ട് ഒന്ന് താമ്പൂലം മുറുക്കി നോക്കൂ, അപ്പൊ അറിയാം വിശേഷം, അല്ലേ? നിങ്ങളിപ്പോ നിങ്ങൾ എയർബോൺ ആയിട്ട് സഞ്ചരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. നിങ്ങളെ ചെല്ലപ്പെട്ടിയുമായിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഒന്ന് തുറന്നിട്ട് നിങ്ങൾ മുറുക്കുവോ? വളരെ ചാലഞ്ചിങ് ആയിരിക്കും അത്, അല്ലേ? അപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ ഒരു സമയത്ത് ഇതൊരു ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. അപ്പം സ്റ്റിൽ എന്തിനാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ ഇപ്പോഴും ഈ ഒരു ഇതിന് സ്ഥാനമുള്ളത് എന്ന് വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കാം. ഇവിടെയാണ് നമുക്ക് താമ്പൂലത്തിന്റെ പ്രതീകം. കാരണം എപ്പോഴും ഹൈന്ദവതയിൽ ദേവതാദേവീ സ്വരൂപങ്ങളെ ഒക്കെ വർണ്ണിക്കുന്നത് എപ്പോഴും പ്രതീകങ്ങളായിട്ടാണ്. ഇതൊന്നും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ധരിച്ചു വെക്കാൻ പാടില്ല. ആദ്യത്തെ പാഠമാണ് ഇത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും, ബട്ട് ടു ബി ഫ്രാങ്ക് വിത്ത് യു, അതാണ് സത്യം. കാരണം ഈശ്വരന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാം മനുഷ്യ സ്വരൂപങ്ങളിലാണ്, അല്ലേ? മനുഷ്യ സ്വരൂപങ്ങളിലാണ്. അപ്പോൾ മനുഷ്യർ മാത്രമാണോ ഈ ലോകത്തുള്ളത്? നമ്മൾ ഈ പറയുന്ന ഈശ്വരി ദേവി ദേവന്മാര് മനുഷ്യരൂപത്തിൽ മാത്രം എന്താണ് അങ്ങനെയാണെങ്കിൽ അവതരിക്കുന്നത്? എന്തുകൊണ്ട് ഒരു ഉറുമ്പിന്റെ രൂപത്തിൽ വരണില്ല? അങ്ങനെ ഒരു രൂപമൊക്കെ ആവാലോ, അല്ലേ? നമുക്ക് കാണാറില്ല പലപ്പോഴും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഉദ്ദേശം വ്യക്തമാണ്. കാരണം ഇത് യഥാർത്ഥ രൂപമല്ല, ഇത് ഒരു പ്രതീകത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ധ്യാന ശ്ലോകങ്ങളിൽ ദേവീ ദേവന്മാരെ വർണ്ണിക്കുന്നത്. യഥാർത്ഥത്തിൽ തത്വങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഗുരുത്വാകർഷണ ബലം നമുക്ക് എല്ലാവർക്കും അറിയണത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു രൂപം എനിക്ക് വരച്ചു തരാൻ പറ്റുമോ? സാധിക്കുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും പ്രപഞ്ചം ചലിക്കുന്നതും റോക്കറ്റ് പോണതും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതും ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രൂപമുണ്ടോ? ഇല്ല. പക്ഷെ ആ രൂപത്തെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ എങ്ങനെയാണ് ആവാഹിക്കുക? എനിക്ക് ഗുരുത്വാകർഷണ ബലത്തെ എൻ്റെ മനസ്സിൻ്റെ ഭാവനാ മേഖലയിൽ എനിക്ക് കൊണ്ടുവരണം, എൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എങ്ങനെ കൊണ്ടുവരും? എനി ഐഡിയ? ആർക്കെങ്കിലും? എങ്ങനെ കൊണ്ടുവരും? പോട്ടെ, നിങ്ങളുടെ വിശപ്പ്, നിങ്ങൾക്കിപ്പോൾ വിശക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. നിങ്ങളുടെ വിശപ്പ് നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും നിങ്ങൾക്ക് എത്ര വിശക്കുന്നുണ്ടെന്ന്? നിങ്ങൾ എങ്ങനെ പറയും? വിശപ്പിനെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? ഒരു രൂപത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പം എപ്പോഴും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് സിംബൽസ് ആണ്, സിംബോളിസംസ് ആണ്, ഐക്കൺസ് ആണ്. ഇപ്പൊ സിംബൽസോ ഐക്കൺസോ കാണുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരു ചുവന്ന ലൈറ്റ് കാണുമ്പോൾ അതൊരു സിംബലാണ്, അല്ലേ? ആ സിംബൽ കാണുമ്പോൾ അതെ, അവിടെയും ആന എന്ന സിംബലിനെ ഉപയോഗിക്കണം. ആന എന്ന സിംബലിനെ ഉപയോഗിക്കണം. അല്ലാണ്ട് വിശപ്പിന് തനതായിട്ട് അസ്തിത്വം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. വിശപ്പിന് മാത്രമായിട്ട് ഒരു രൂപമില്ലാത്തത് കൊണ്ട് മറ്റു രൂപത്തിന്റെ സഹായം എടുത്തിട്ട് വേണം നിങ്ങൾക്ക് വിശപ്പിനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. ആനയെ അപ്പൊ ആനയെ കുറിച്ച് എനിക്ക് അറിയണം. ഇങ്ങനെയാണ് ദേവീ ദേവന്മാരെ നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാ ശാസ്ത്രത്തിലും ധ്യാന ശ്ലോകത്തിൽ ദേവീ ദേവന്മാരെ വർണ്ണിച്ചിരിക്കുന്നത്. കയ്യിൽ അത് പിടിച്ചു, കയ്യിൽ ഇത് പിടിച്ചു, കയ്യിൽ അറുത്ത മനുഷ്യന്റെ ശിരസുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. എങ്ങനെയാണ് ഒരു ദേവി ഒരാളുടെ തലയെ അറുത്തിട്ട് കയ്യിൽ പിടിക്കുക? ഇവിടെയാണ് നമ്മൾ ഈ ശാസ്ത്രം ആദ്യം പഠിക്കേണ്ടത്. കാരണം ഭാരതീയരുടെ ഈശ്വര സങ്കല്പം എപ്പോഴും ഭാവനാത്മകമാണ്. ആ ഭാവന പ്രപഞ്ച സത്യങ്ങളെ ഈ പറയുന്നത് പോലെ പ്രത്യേക സിംബൽ ആക്കിയിട്ട്, ചിഹ്നങ്ങളാക്കിയിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ട്രാഫിക് സിഗ്നലിൽ എത്തുമ്പോൾ ചുവപ്പ് എന്ന നിറം നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങളുടെ ബ്രെയിന് കുറെ സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യില്ലേ?
അപകടം വരാനുള്ള സാധ്യതയുണ്ട്, യു ഹാവ് ടു റെഡ്യൂസ് യുവർ വെഹിക്കിൾ സ്പീഡ്. അപ്പോൾ ഞാൻ ക്ലച്ച് ബ്രേക്ക് ഇതൊക്കെ ആയിട്ട് അവെയർ ആവും. പിന്നെ ഞാൻ ആ പ്രോസസ്സിലേക്ക് പോയിട്ട് വണ്ടിയെ ആ ഒരു പോയിന്റിൽ കൊണ്ടുപോയി നിർത്തും. ഇത് നിങ്ങൾ അവിടെ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല, ബട്ട് ഓട്ടോമാറ്റിക്കലി certain ഇൻസ്ട്രക്ഷൻസ് ആർ ബീങ് ജനറേറ്റഡ് ഇൻ യുവർ ബ്രെയിൻ. certain ഇലക്ട്രിക്കൽ പൾസസ് ഓർ സിഗ്നൽസ് ആർ ബീങ് ട്രാൻസ്മിറ്റഡ് ടു യുവർ നെർവസ് സിസ്റ്റം. ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ആകെ ഇതിനൊക്കെ ട്രിഗർ ചെയ്തത് എന്താണ്? ഇതിനൊക്കെ തുടക്കമിട്ടത് ആ ഒരു കാര്യമാണ്, ആ ഒരു ചിഹ്നമാണ്, ആ ഒരു കാഴ്ചയാണ്, ഒരു സിമ്പിളാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും ബോധമണ്ഡലത്തിൽ നമുക്ക് ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മനുഷ്യന് ബ്രെയിനിന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ബ്രെയിനിന് രൂപമായിട്ട് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബ്രെയിനിന് ഇതിന് ട്രിഗർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങോട്ട് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ഈശ്വരിയെ കാണാൻ സാധിക്കും എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? അങ്ങനെ കണ്ട ഏതെങ്കിലും ഒരാള് ലോകത്തോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഈ രൂപത്തിൽ ഇരിക്കുന്ന ഈശ്വരിയുടെ കൂടെ ഒരു ചായ കുടിച്ചു, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇരിക്കുന്ന ഈശ്വരിയുടെ കൂടെ ഒരു യാത്ര പോയി? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട് ഈ രൂപങ്ങളെ. ആ രൂപത്തിന്റെ കൂടെ ഒരു ഭക്ഷണം, ഒരു നേരം ഊണ് കഴിച്ച അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഒരു നേരം ഈ പറയുന്ന ഒരു ചായ കുടിച്ച അനുഭവം ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ? ഈശ്വരൻ ഇല്ല എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ല. നിങ്ങൾക്ക് വിശപ്പില്ല എന്നുള്ളതല്ല. വിശപ്പ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. വിശപ്പില്ല എന്നാണോ? വിശപ്പുണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. ഗുരുത്വാകർഷണ ബലം ഉണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചലിക്കുന്നത്. ദാറ്റ് ഐ നോ, ബട്ട് എനിക്കത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റണ്ടേ? എനിക്കത് അനുഭവിക്കാൻ പറ്റണ്ടേ? അത് ഞാൻ മറ്റ് പല വസ്തുക്കളിലൂടെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇതാണ് എപ്പോഴും ധ്യാന ശ്ലോകങ്ങളിലും നമ്മൾ പ്രയോഗിക്കുന്ന ടെക്നിക്ക്. ഇതാണ്. ഓക്കെ. അപ്പം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു വസ്തുവിന്, ഒരു കാര്യത്തെ ഗ്രഹിക്കാൻ നമ്മൾ പറയും പ്രത്യക്ഷ പ്രമാണം വേണം. അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കണം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കണം. അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കണം. അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ ഒരു വഴിയെ നടക്കുമ്പം ഒരു കെട്ടിടത്തിന്റെ പിറകിൽ നിന്ന് അനിയന്ത്രിതമായ അളവിൽ പുക ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു അനുമാനം നടത്തും. എന്ത് നടത്തും? അവിടെ തീയുണ്ട്. നിങ്ങൾ തീയെ നേരിട്ട് കാണില്ല, പക്ഷെ അവിടെ ഒരു അനുമാനം നടത്തും. ഒരു എന്യൂമറേഷൻ, ഒരു എസ്റ്റിമേഷൻ നടത്തും. അവിടെ തീ ഇല്ലാതെ പുകയുണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾക്ക് ഒരു സത്യത്തെ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ 3 പ്രോസസ്സിലൂടെ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് സത്യമായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. ഒന്നുകിൽ ഞാൻ കാണണം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്കത് അനുഭവിക്കാൻ സാധിക്കും. കാണണം അല്ലെങ്കിൽ കേൾക്കണം മിനിമം. മനസ്സിലായോ? അപ്പം അതെ, ഈ പറയുന്ന പോലെ തന്നെ മഹാകവി കാളിദാസനായാലും ഈ പറയുന്ന വാൽമീകി ആയാലും നാരായണത്ത് ഭ്രാന്തനായാലും ഇവരൊക്കെ പറയണത് എന്താണ്? ഇപ്പൊ ഞാൻ പറയാം, പ്രകൃതി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില ആൾക്കാർ ചില നമ്പേഴ്സ് അവർ കണ്ടാൽ എന്ത് പറയും? പ്രകൃതി ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് മീ ത്രൂ ദറ്റ് നമ്പേഴ്സ്. ചില ആളുകൾ ഈ യാത്ര പോകുമ്പോൾ സിഗ്നലൊക്കെ ഗ്രീൻ ആയാൽ അവർ പറയും എന്താ അറിയോ? ഓക്കെ, ഞാൻ പോയ കാര്യം നടക്കും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന കാര്യം നടക്കും. എന്താണ് പ്രകൃതി നമ്മളോട്? പ്രകൃതിക്ക് നമ്മുടെ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞിട്ട് ഭാഷ അറിയോ? ഇപ്പൊ നമ്മൾ പോണ പ്രകൃതിയിൽ കേരളത്തിലൂടെ പോകുമ്പോൾ കാറ്റ് എന്നോട് മലയാളത്തിൽ സംസാരിക്കും. ആ ബോർഡർ കടന്ന് ഞാൻ കർണാടകത്തിൽ എത്തുമ്പോൾ കാറ്റ് എന്നോട് കന്നഡയിൽ സംസാരിക്കുന്നതാണോ? പ്രകൃതിക്ക് അങ്ങനെ വ്യത്യസ്ത ഭാഷ അറിയോ? ഇല്ല. പ്രകൃതിക്ക് എപ്പോഴും അറിയുന്നത് പൾസസ്, ഇമ്പൾസസിലൂടെ, ഫ്രീക്വൻസീസിലൂടെ സംസാരിക്കാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രജ്ഞർ എപ്പോഴും പറയാ പ്രകൃതിയുടെ ഭാഷ ഇസ് ത്രൂ വൈബ്രേഷൻസ് ആൻഡ് റെസണൻസ്. പ്രകൃതിയെ മനസ്സിലാക്കണോ, യു ഹാവ് ടു ഗോ ത്രൂ ഫ്രീക്വൻസീസ്. ആ ഫ്രീക്വൻസീസ് ആണ് നമ്മുടെ ബോധമണ്ഡലത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോധത്തിൽ നമുക്ക് ആ ഫ്രീക്വൻസീസ് ആയിട്ട് മാച്ച് ചെയ്യുമ്പം വി ഫീൽ ഈ പറയുന്ന പോലെ നമുക്ക് അതീന്ദ്രിയമായ അനുഭവങ്ങൾ ഉണ്ടാവും. അതാണ് ഈ പറയുന്ന ഈശ്വരൻ എന്ന ഭാവം. ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞു, ഈശ്വരൻ എന്നുള്ളത് ഭാരതീയ യോഗശാസ്ത്ര, തത്വശാസ്ത്ര ശാസ്ത്രത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ഡിഫിക്കൾട്ട് പോർഷനെ വിളിച്ച പേരാണ് എന്ത്? ഈശ്വരൻ, ഈശ്വരീയ ബോധം, പരമബോധം, ശ്രീകൃഷ്ണൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ഈ പരമമായ ബോധത്തെയാണ്. അത് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും. ഓക്കെ, പരമമായ ബോധത്തെയാണ് എന്ത് വിളിക്കുക നമ്മൾ? ഈശ്വരി എന്ന് വിളിക്കുന്നത്. ചണ്ഡിക എന്ന് വിളിക്കുന്നത് തുരീയത്തിന്റെ 4ാമത്തെ തുരീയ ബോധത്തിനെയാണ് നമ്മൾ ചണ്ഡിക എന്ന് വിളിക്കുക. കാരണം എന്താ? 3 ബോധം നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ബോധം കണ്ണ് തുറന്നാൽ നമ്മൾ ജാഗ്രത ബോധത്തിലാണുള്ളത്.
ആ സമയം മുതൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഓണാവും, നമ്മൾ ഈ പ്രകൃതിയെ അനുഭവിക്കും. ആ അനുഭവിക്കുന്ന ഇടയിൽ തന്നെ എൻ്റെ മൈൻഡ് ഒരു സ്വപ്ന ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും, ഇല്യൂഷണറി വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതാണ് എന്ത്? സ്വപ്നബോധം. അത് കഴിഞ്ഞിട്ട് ഈ ജാഗ്രത, ഈ ഇന്ദ്രിയങ്ങളെ ഷട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബോധത്തെ ലയിപ്പിക്കുന്ന പോയിന്റാണ് എൻ്റെ ഉറക്കം, സുഷുപ്തി. ഇത് മൂന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഉറക്കം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്, അതുപോലെ തന്നെ സ്വപ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അതെനിക്ക്, ഇത് മൂന്നും എനിക്ക് അനുഭവിക്കാം എല്ലാവർക്കും. പക്ഷെ നാലാമത്തെ കാര്യം തുരീയം. നമ്മുടെ ഉള്ളിൽ ഒരാൾ ഇതെല്ലാം സദാ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, മനസാക്ഷി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതാണ് തുരീയത. ഈ പറയുന്ന 3 ബോധത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പം എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടുന്നത് എന്ന് എൻ്റെ ബോധമണ്ഡലത്തിൽ 4ാമത്തെ ഒരാൾ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാളെ എനിക്ക് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അയാളോട് സംസാരിക്കാനും അയാളോട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. എന്താണ്? റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ റിഫ്ലക്ഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂൾസ് ഉപയോഗിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറിന്റെ ടയർ പോയാൽ നിങ്ങൾക്ക് അറിയാം, ബോധത്തിൽ അറിയാം ആ ടയർ എങ്ങനെ മാറ്റണം എന്നുള്ളത്. നിങ്ങൾക്ക് പക്ഷെ എന്ത് വേണ്ടി വരും ആ ടയർ മാറ്റണമെങ്കിൽ? ഒരു ജാക്കി ലിവർ വേണം, മിനിമം ആ നട്ടഴിക്കാനുള്ള സ്പാനേഴ്സ് വേണം. ഇത്രയും 2 സാധനം ഇല്ലാണ്ട് നിങ്ങൾക്ക് ടയർ അഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാം ഹൗ ടു ബി റീപ്ലേസ്, ബട്ട് യു നീഡ് ടൂൾസ് ടു ആക്സസ് ദാറ്റ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകരണങ്ങൾ ആവശ്യമാണ്. അതാണ് നമ്മൾക്ക് വിഗ്രഹം. ബോധമണ്ഡലത്തിലെ ഈശ്വരനെ പ്രാപിക്കാനും അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് വിഗ്രഹം, അല്ലെങ്കിൽ ക്ഷേത്രകലകൾ, ക്ഷേത്ര ആരാധനകൾ, ഉപാസനകൾ, മന്ത്രങ്ങൾ, ജപങ്ങൾ ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യം നമ്മൾ ലളിത പഠിക്കുന്നത് നമ്മൾ എന്താ പറയുക ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ശങ്കരാചാര്യർ പറഞ്ഞു, ഇപ്പൊ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കാണിക്കേണ്ട ഒരു ക്ഷമ എന്താന്ന് പറഞ്ഞാൽ, ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യത്തെ ഒന്ന് കേൾക്കുക. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ എന്തിനാ ശ്രമിക്കുന്നത് എന്നറിയോ? എത്രയോ വർഷമായിട്ട് നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു കെട്ടിടത്തെയാണ് ഞാൻ പൊളിക്കാൻ ശ്രമിക്കുന്നത്. ഐ നോ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഓക്കെ, എനിക്ക് നല്ല ധാരണയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈ തത്വം കഴിഞ്ഞ 2 ബാച്ചിൽ ഞാൻ ചെയ്തതും ഇത് തന്നെയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് ബ്രേക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി സംശയം വരും. നിങ്ങൾ ചാറ്റ് ബോക്സിൽ സംശയം എനിക്ക് പോപ്പപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി അതിന് റെസ്പോണ്ട് ചെയ്യും. ബട്ട് ട്രൈ ടു ഡു ഇറ്റ് ആസ് നമുക്കൊരു സംശയ നിവാരണ സമയമൊക്കെ നമുക്ക് ഉണ്ട്. ഇനി അതും പോരെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് ചോദിക്കാം. ചില ചോദ്യങ്ങൾ എനിക്ക് അത് ക്ലാസ്സിൽ വിവരിക്കണം എന്ന് തോന്നും. ചില ആളുകൾ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് സംശയം ചോദിക്കുമ്പോൾ കൊള്ളാലോ, ഇത് നല്ലൊരു സംശയമാണ്, അപ്പം അത് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഡീറ്റെയിൽ ചെയ്യും. അപ്പോഴെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാം. അതല്ലെങ്കിൽ ഇപ്പം സോ കോൾഡ് 449 ആൾക്കാർ ഓരോ പോപ്പപ്പ് എനിക്ക് വന്നാൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഈ 449 ക്വസ്റ്റ്യൻസും റെസ്പോൺസും ഞാൻ ആൻസർ ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ സമയം വിൽ റൺ ഔട്ട്. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഐ എം റിയലി അവെയർ ഓഫ് വാട്ട് ഐ എം ഡൂയിങ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് നമ്മൾ നടന്ന് മുൻപോട്ട് പോയിക്കൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വരീയമായ അനുഭവങ്ങൾ വളരെ കുറവാണ് സത്യത്തിൽ താരതമ്യേന. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നിഷ്ക്രിയമായ ഒരു വിഗ്രഹം ആണ് എല്ലാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ എന്തിനാണ് CCTV? ഫോർ വാട്ട് ഇറ്റ് ഈസ്? ഇത്രയും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരിക്ക് എന്തിനാണ് CCTV? ഫോർ വാട്ട് ഇറ്റ് ഈസ്? അപ്പൊ നിങ്ങളുടെ ഈശ്വരിക്ക് ശക്തി ഇല്ല എന്നല്ലേ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരമാണ് ആ കൊച്ചു മനസ്സിന് പറഞ്ഞു കൊടുക്കുക? എന്ത് പറഞ്ഞു കൊടുക്കുക? അവന്റെ ചോദ്യം ന്യായമാണ് അല്ലെ? ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന ആൾക്ക് അയാളുടെ പെരിമീറ്റർ സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ യു പീപ്പിൾ ആർ ഇംപ്ലിമെന്റിങ് ഓർ എന്താ പറയാ ഇംപ്ലാന്റിങ് ദാറ്റ് എക്യുപ്മെന്റ്സ് അല്ലേ? എന്താണ് നിങ്ങൾ പറയാ? അപ്പൊ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഉത്തരം കിട്ടാത്തത്. അതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതുവരെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതാണ് സത്യം. ഇനി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിച്ച് ഓരോ കാര്യം ശാസ്ത്രത്തിന്റെ അടിത്തറയോടുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ then you will come to know, you'll start to unlearn whatever I have done was really idiotic. അതിൽ ഈ പറയുന്ന പോലെ ഇഡിയോട്ടിക് എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ അതിലും ശാസ്ത്രമുണ്ട്. എന്തിന് ക്ഷേത്രം പണിഞ്ഞു എന്നുള്ളതിന് ശാസ്ത്രമുണ്ട്, എന്തിന് പൂജാതി വിധികൾ ഉണ്ടായി ശാസ്ത്രമുണ്ട്.
അപ്പം ഇതിലൂടെയാണ് ഞാൻ നടന്നു പോകേണ്ടിയിരുന്നത്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നേരെ തിരിച്ചിട്ടായിരുന്നല്ലോ ഈശ്വര എന്ന് നമ്മൾക്കൊരു തിരിച്ചറിവുണ്ടാവും. അവിടുന്ന് മുതൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരീയുടെ ആ ആക്സസിങ് മണ്ഡലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഉപാസിക്കുന്ന ഓരോ ശാസ്ത്രവും നമുക്ക് അനുഭവവേദ്യമാവുക. അതുവരെ അതൊരു ഈ പറയുന്ന പോലെ മിത്തിക്കൽ സയൻസ് മാത്രമാണ്. കുറെ ആൾ പറഞ്ഞു, ഈ പറയുന്ന പോലെ ശങ്കരാചാര്യർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ ദേവി വന്നു, അത് സിംബോളിക് ആയിട്ട് പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമന് സഹായിയായിട്ട് സുഗ്രീവൻ വന്നു. അല്ല, ഈ പറയുന്ന വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ എന്തിനാണ് ഹനുമാനും സുഗ്രീവനും? ഫോർ വാട്ട് പർപ്പസ്? അല്ലേ, ഈശ്വരാവതാരമാണ്. ഫോർ വാട്ട് പർപ്പസ് എന്ന് ചോദിച്ച ഉത്തരമില്ല നമുക്കുണ്ടോ? അപ്പം കൃത്യമായിട്ട് അവിടെ പറയാൻ ശ്രമിക്കുന്നത് സിംബോളിസമാണ്. ഈശ്വര അവതാരം ഇങ്ങനെയുള്ള ആളുകളുടെ സഹായം എടുത്തു എന്ന് പറയുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുക? വാൽമീകി യൂസ് ചെയ്തത് യോഗശാസ്ത്രമാണ്, വാൽമീകി യൂസ് ചെയ്തത് താന്ത്രിക് അനാട്ടമിയാണ്. അത് ഉപയോഗിച്ച് അദ്ദേഹം ഒരു കഥ പറയാൻ ശ്രമിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? വേദങ്ങളുടെ ദർശനങ്ങളെ സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ ഒരു കഥയെ അദ്ദേഹം ഈ ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടു കൂടി രചിച്ചു. അതിനെയാണ് ഇതിഹാസങ്ങൾ എന്ന് വിളിക്കുന്നത്, പുരാണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആകത്തുക വേദങ്ങളിലെ ശാസ്ത്രമാണ്. അത് ശാസ്ത്രം അതുപോലെ പറഞ്ഞാൽ, ഇപ്പൊ ക്വാണ്ടം സയൻസ് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ആൾക്ക് മനസ്സിലാവും. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ കാൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്വാണ്ടം സയൻസ് ഇസ് ഓൾ അബൌട്ട്. അത് അവരുടെ കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് ഗ്രഹിക്കാൻ ശേഷി ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാമാന്യ ജനത്തിന് ഗ്രഹിക്കാനുള്ള ശേഷിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ രചിച്ചു വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെയൊക്കെ പേഴ്സ്യൂ ചെയ്യേണ്ടത് അതിന്റെ അതേ രീതിയിലാണ് ഇതിനെ പിന്തുടരേണ്ടത്. നമ്മളെപ്പോഴും ചെയ്യുക ഇതൊക്കെ പുരാണങ്ങൾ പ്രമാണങ്ങളാക്കിയിട്ട് വെക്കും നമ്മൾ. എന്നിട്ട് അത് ആത്യന്തിക സത്യമാണെന്ന് പറയും. അവിടെയാണ് ഹനുമാൻ എന്ന ഒരു ഈശ്വരൻ ഉണ്ടാവുമെന്ന് നമ്മൾ വാശി പിടിക്കും. അങ്ങനെ ഒരു രൂപത്തിൽ അദ്ദേഹം ഉണ്ടായി. ഇനി ഹനുമാന്റെ പ്രതീകാത്മതയെ കുറിച്ചിട്ട് നമ്മൾ ആഴത്തിൽ സഞ്ചരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സത്യമാണെങ്കിൽ വേദങ്ങളിൽ ഹനുമാനെ കാണാനില്ലല്ലോ, നിങ്ങൾ എന്തു പറയും? ഋഗ്വേദത്തിലോ അഥർവവേദത്തിലോ യജുർവേദത്തിലോ ഒന്നും ഹനുമാനെ കാണാനില്ല. സോ വേർ ഹി ഹാസ് ബീൻ ഡ്യൂറിങ് ദാറ്റ് ടൈം? നിങ്ങൾ എന്തു പറയും? അപ്പൊ നിങ്ങൾ പറയോ ഹനുമാൻ ഇല്ല എന്ന് പറയേണ്ടി വരുമോ? ഇങ്ങനെയാണ് ഒരു മന്ത്രി സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത്, എന്ത് ഗണപതി വെറും മിത്താണ്, അങ്ങനെ ഗണപതി എന്ന് പറഞ്ഞ ഒരാളൊന്നും ഇല്ല. പക്ഷെ അതിന് മറുപടി വരാൻ ഒരു ഹൈന്ദവനും സാധിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഹൈന്ദവൻ ആദ്യം അറിയണ്ടേ ഗണപതി ആരാണെന്ന്. ഗണപതി ആരാണെന്ന് ഹൈന്ദവൻ അറിഞ്ഞാലേ ഹൈന്ദവൻ അതിന്റെ മറുപടി പറയാൻ പറ്റും. ഹൈന്ദവനെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന പോലെ ആന തലേനുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ പുരാണങ്ങളിൽ വായിച്ചതും തുമ്പിക്കൈയുള്ള ഒരാളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ തന്നെ വിശ്വസിക്കും. പിന്നെ നമുക്ക് എങ്ങനെ ഇത് സയന്റിഫിക് ആയിട്ട് പറയാൻ സാധിക്കും? അപ്പോൾ പറഞ്ഞു വരുന്നത് എപ്പോഴും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഈ പറയുന്ന രീതിയിൽ ദേവീ വിഗ്രഹങ്ങളും ഒക്കെ തന്ത്രവും ആഗമശാസ്ത്രമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വലിയ ശാസ്ത്ര സത്യത്തെ നമ്മൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദേവിയുടെ ശരീരവർണ്ണനയൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കളർ പാറ്റേൺസ്, ഒരുപാട് ഗുണങ്ങളുടെ ആട്രിബ്യൂട്ട്സ് ഒക്കെ പറയും. അവിടെ ഒന്നും നിങ്ങൾ ചെന്ന് വീഴരുത്. ദേവി അങ്ങനെയാണ്, ദേവി ഇതാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. കാരണം അത് നമ്മൾക്ക് മനസ്സിലാവാൻ ഒരു രൂപത്തിന്റെ ഹെൽപ്പ് എടുത്ത് പറയുന്നതാണ്. ആക്ച്വലി അതിന്റെ അടിയിലൊക്കെ ഒരു ട്രൂ സയൻസ് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമുക്കിപ്പോൾ ഈ ശ്ലോകത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് ബേസിക് ആയിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞാലാണല്ലോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ശ്ലോകത്തിന്റെ കാര്യം എടുത്താൽ തന്നെ ഇവിടെ പാശം, അങ്കുശം, കരിമ്പിന്റെ വില്ല്, ഇക്ഷുബാണചാപം. നമുക്ക് തന്നെ അറിയാം, ഒരു കരിമ്പിന്റെ വില്ല് കൊണ്ട് ഒരു യുദ്ധത്തിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ? കരിമ്പിന്റെ വില്ലു എടുത്തിട്ട് പോയാൽ നിങ്ങൾക്കൊരു യുദ്ധത്തിൽ ഒരു അമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡെഫിനറ്റ്ലി അത് യഥാർത്ഥത്തിൽ ഒരു ആയുധമല്ല, അത് വേറെ എന്തോ സിംബോളിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് ഞാൻ പറയുന്നത്, ഈ രീതിയിൽ നമ്മൾ ചിന്തകളെ മെല്ലെ മാറ്റിക്കൊണ്ടുവരണം. അപ്പൊ ഇവിടെ വൈദിക താന്ത്രിക യോഗശാസ്ത്രത്തിന്റെ പ്രയോഗമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇതിൽ കാര്യമായ അർത്ഥമാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ത്രിപുര എന്ന പദം എടുത്താൽ ത്രി എന്നത് 3നെ സൂചിപ്പിക്കുന്നതാണ്. അതേസമയം പുര എന്ന് പറയുന്നത് ഒരു നഗരത്തെ വിളിക്കുന്നതാണ്. ഇപ്പൊ തിരുവനന്തപുരം അല്ലെ, തിരുവനന്തപുരം. പുര എന്ന് പറയുന്നത് നഗരം, വസിക്കുന്ന ഇടം. അതിനെയാണ് അനന്തൻ വസിക്കുന്ന ഇടം, അതാണ് തിരുവനന്തപുരം. അങ്ങനെ പുരം എന്ന് പറഞ്ഞാൽ വസിക്കുന്ന സ്ഥലം. അപ്പൊ 3 വസിക്കുന്ന സ്ഥലം, ഇതിനെയാണ് ത്രിപുരം എന്ന് വിളിക്കുന്നത്. അതൊരു നഗരത്തെയോ സാമ്രാജ്യത്തെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ കഥാരൂപത്തിലും ഇതിഹാസം പുരാണത്തിലൊക്കെ പറയുമ്പോൾ അതൊരു ഒരു രാജ്യമായിട്ടൊക്കെ പറയും. ത്രിപുര എന്ന നഗരം, ത്രിപുര എന്ന സാമ്രാജ്യം.
അപ്പൊ ഇവിടെ 3 വസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കുറിച്ചിട്ടായി പറയണത്. ബോധത്തിന്റെ 3 നിർണായക അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ചക്രവർത്തിനിയായിട്ട് ഈ ദേവിയെ ബഹുമാനിക്കുന്നതാണ് അല്ലെങ്കിൽ ആരാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ശരീരം 3 വസിക്കുന്ന സ്ഥലമാണ് പോലും. ഏതൊക്കെ 3 വസിക്കുന്ന സ്ഥലം? 3 എന്ന പ്രതിഭാസങ്ങള് ഞാൻ എന്ന് പറയുന്ന ഈ അസ്തിത്വത്തിൽ വസിക്കുന്നു. എന്റെ ബോധത്തെ എടുത്താൽ ബോധത്തിന്റെ പ്രധാന 3 വശങ്ങള് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇനി എന്റെ ശരീരത്തിന്റെ ഗുണങ്ങളെ എടുത്തു നോക്കിയാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനി ശരീരശാസ്ത്ര പ്രകാരം എടുത്തു നോക്കിയാൽ വാതം, പിത്തം, ഖപം. ഇങ്ങനെ ഒരുപാട് ത്രിതത്വങ്ങളുടെ വസിക്കുന്ന സ്ഥലമാണ് എൻ്റെ ശരീരം. സോ ത്രിപുരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം തന്നെയാണ്. ആ ശരീരത്തെ നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന ശക്തിയെ ഞാൻ വിളിക്കുന്ന പേരാണ് ത്രിപുര സുന്ദരി. എന്തുകൊണ്ട് സുന്ദരി എന്ന് വിളിക്കുന്നു? അവൾ ഈ ഭരണം നടത്തുന്നത് വളരെ സുന്ദരമായിട്ടാണ്. സാധാരണ നിങ്ങളും ഞാനും ഒക്കെ, ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ടായിരുന്നു, അയ്യോ മനുഷ്യൻ എന്തിനാണ്, സ്ത്രീകൾ ആയിട്ട് എന്തിനാണ് ജന്മം തരുന്നത്, എന്തോരം കഷ്ടപ്പാടാണ്. രാവിലെ മുതൽ എന്താ പറയുക, അവരൊരു ഗവൺമെൻറ് സെർവൻറ്റും കൂടിയാണ്. അപ്പം ഓഫീസിൽ പോകണം, അതിന് മുമ്പേ ഉള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഓഫീസിൽ പോയി വന്നാൽ റെസ്റ്റ് എടുക്കാൻ സമയമില്ല, എഗെയിൻ കിച്ചണിൽ കയറണം, എന്തോരം കഷ്ടപ്പാടാണ്. ഈ ആണുങ്ങൾക്ക് വല്ലതും ഇതൊക്കെ നോക്കണോ? അപ്പം ആ കുടുംബം എന്ന് പറയുന്ന ആ പുരത്തെ നിയന്ത്രിക്കുന്ന ഒരു വീട്ടമ്മയാണ് അവര്. ആ വീട്ടമ്മയ്ക്ക് ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ഒരു ഭാരമാണ്. അതുകൊണ്ട് അവരെ ആ വീട്ടിലുള്ള ആൾക്കാർ ആരും സുന്ദരിയായിട്ട് കരുതുമോ? പറ, സുന്ദരിയായി കരുതുമോ? ആ വീട്ടിലുള്ള ആളുകള് ആ അമ്മയെ സുന്ദരിയായി കരുതുമോ? ഇല്ല, തീർച്ചയായും. കാരണം അവർ ആ ജോലിക്കിടയിൽ ദേഷ്യം പല പല ഭാവത്തിലും പല സമയത്തും പ്രകടിപ്പിക്കും. അത് മക്കളോടാവാം, അല്ലേ, വേറെ വീട്ടിലുള്ള അംഗങ്ങളോടാവാം. അതുകൊണ്ട് ഒരിക്കലും അവര് സൗന്ദര്യത്തോടെ ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ ദേവിയെ വിളിക്കുന്നത് ത്രിപുര സുന്ദരി. കാരണം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അവൾക്കൊരു കളി പോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിന്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്യുന്നത് ഒരു കളി പോലെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭാവവും എങ്ങനെയിരിക്കും? ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു വീട്ടിൽ സദാ കഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ മുഖത്ത് ഉള്ള ഭാവം എന്തായിരിക്കും? ചില സമയത്ത് അമർഷം ഉണ്ടാവും, അല്ലേ? എന്നാൽ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഏതായിരിക്കും ഭാവം ഉണ്ടാവുക? സുന്ദരമായ ഭാവം ഉണ്ടാവും. കാരണം നിങ്ങൾ ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലളിത, ത്രിപുര സുന്ദരി. ഈവൺ ലളിത എന്ന വാക്ക് എന്തിനാണ്? ലളിത, ലലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ ലളിത എന്ന് വിളിക്കുക. ലലനം എന്ന് പറഞ്ഞാൽ കളി. പച്ച മലയാളത്തിൽ ദേവിയെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരൊറ്റ പേരുണ്ട്. അത് പക്ഷെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കളിയാട്ടക്കാരി. കളിയാട്ടക്കാരി, സുന്ദരിയായ കളിയാട്ടക്കാരിയാണ് പച്ച മലയാളത്തിൽ ലളിതാ ത്രിപുര സുന്ദരിക്ക് നൽകാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ടേം. അവളുടെ കളിയാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ. സൃഷ്ടിയും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സംഹാരവും അവൾക്കൊരു കളിയാണ്. അതുകൊണ്ട് അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ കളിയായിട്ട്, എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലെ ഈ ത്രിതത്വത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നതും അതിനെ ഭരിക്കുന്നതും അതിനെ നിലനിർത്തുന്നതും അതിനെ സംഹരിപ്പിക്കുന്നതും ഒക്കെ ഉള്ളിലൊരു ശക്തിയാണ്. ആ ശക്തിയെ ഞാൻ വിളിക്കുന്ന പേരാണ് ലളിത ത്രിപുര സുന്ദരി. മനസ്സിലായോ? ദേവിയുടെ വാക്കിനെ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇനി തിരിച്ച് ഈ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഗുണങ്ങളും അതുപോലെ തന്നെ നമ്മൾ കുറെ കൂടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അടുത്ത ത്രിഗുണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സൃഷ്ടി എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ബോധമണ്ഡലത്തിൽ നമുക്ക് സത്വബുദ്ധി, രജോ ബുദ്ധി, തമോ ബുദ്ധി, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിക്കും, അതിനെ ഒരു ദേവതാ സ്വരൂപത്തിൽ നമ്മൾ വിളിക്കും കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി. കാമേശ്വരി ആഗ്രഹത്തിന്റെ തത്വത്തെയാണ്. ഇച്ഛയെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്? കാമേശ്വരി. എൻ്റെ മനസ്സിൽ എന്തിനോടെങ്കിലുമുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന ഈശ്വര തത്വത്തെ ഞാൻ വിളിക്കുന്നതാണ് കാമേശ്വരി. ഇനി വജ്രേശ്വരി എന്നുള്ളത് ശക്തിയുടെ തത്വമാണ്. അതായത് അതിനു വേണ്ടിയിട്ട് എനിക്ക് ശക്തി, ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് ശക്തി ആവശ്യമാണ്. അത് എന്താണ്? ഒരു പേഴ്സണാലിറ്റിയുടെ ശക്തി എന്താണ്? അയാൾ ആർജിച്ച
വിദ്യയാണ്, വിദ്യാഭ്യാസമാണ് നമുക്ക് സമൂഹത്തിൽ ഒരു ശക്തി ഉണ്ടാക്കി തരുക. ആണോ അല്ലയോ? ആണ്. അപ്പോൾ അത് ജ്ഞാനശക്തിയാണ് വജ്രേശ്വരി. പിന്നെ വരുന്നത് ഭഗമാലിനി. ഭഗം എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യം തരുന്നവളാണ്. എങ്ങനെയാണ് നമുക്ക് ഭാഗ്യം വരാൻ? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, ക്രിയാശക്തി. അതാണ് നമുക്ക് ശുഭം കൊണ്ട് തരുന്നവൾ. അപ്പോൾ നമ്മളുടെ ഈ ത്രിതത്വം, ഈ 3 പ്രാഥമിക ബിന്ദുക്കളെയും ഉൾക്കൊള്ളുന്ന എൻ്റെ ബോധമണ്ഡലം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, എൻ്റെ ശരീരത്തിൻ്റെ ലെവലിലെടുത്താൽ വാദം, പിത്തം, ഖപം, ഇനി അതും കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ്റെ മനോമണ്ഡലത്തിൽ ഇരിക്കുന്ന ഗുണങ്ങളാണ് സത്വബുദ്ധി. എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇരിക്കുന്നതാണ് സത്വബുദ്ധി, രജോബുദ്ധി, തമോബുദ്ധി. ഇതിൻ്റെ ഈശ്വര തത്വങ്ങൾ. അങ്ങനെ ഇതിനെയെല്ലാം, ഈ ത്രിതത്വങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് അവള് 4 ആയുധങ്ങൾ വെച്ചിട്ടാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അവള് 4 ആയുധങ്ങൾ വെച്ചിട്ടാണ്. അതായത് നിങ്ങളും ഞാനുമാകുന്ന ആ പ്രകൃതിയെ, നിങ്ങളും ഞാനുമാകുന്ന ആ ശരീരത്തെ, അതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് വിളിക്കുക. നമ്മൾ പുറമേ കാണുന്ന പ്രപഞ്ചമാണ് ഈ സൗരയൂഥം, ഈ എൻറ്റയർ കോസ്മിക് ഇവന്റ്. ഓക്കെ, ഇനി അതേ ഒരു കോസ്മിക് ക്യാൻവാസ് നമ്മൾക്കും ഉണ്ട്. അത് നമ്മുടെ ശരീരമാണ്. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറയും, എന്താണോ നിങ്ങളുടെ പിണ്ടാണ്ടം, ഈ ശരീരം, അതിൻ്റെ എക്സ്പാൻഷനാണ് ആ ബ്രഹ്മാണ്ടം. അപ്പം പിണ്ടാണ്ട ബ്രഹ്മാണ്ട ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തെയോ ഈ പിണ്ടാണ്ടത്തെയോ ദേവി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അത് അവള് പാശവും അങ്കുശവും ധനുവും ഇക്ഷും ബാണങ്ങളും കൊണ്ടാണ്. അപ്പോൾ എന്താണ് പാശം? പാശം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയെ പ്രതീകവൽക്കരിക്കുന്നതാണ്, അല്ലെങ്കിൽ രാഗം എന്നറിയപ്പെടുന്ന ബന്ധനം, അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ്. ബന്ധനം അല്ലെങ്കിൽ വാത്സല്യം, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? വാത്സല്യം എന്ന അട്രാക്റ്റീവ് ആണ്, വാത്സല്യം എന്ന ബന്ധനമാണ്, അത് പാശമാണ്. ഒരു കയറിട്ടിട്ട് നമ്മൾ കുരുക്കണത് പോലെയാണ് അല്ലേ? ഇമോഷണൽ പിന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ കുരുക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇമോഷണൽ ബോണ്ടേജ് ഉള്ളത് കൊണ്ടാണ് ഒരാളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം വാത്സല്യം എന്ന കുരുക്ക്, ഓക്കെ, അതാണ് എന്ത്? ഇച്ഛാശക്തി. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ വിൽ പവർ കൊണ്ടാണ് ഞാൻ മാനിഫെസ്റ്റേഷൻസിലേക്ക് പോകുന്നത്. മാനിഫെസ്റ്റേഷനെ ഞാൻ കണക്ട് ചെയ്യുന്നത്, എൻ്റെ ആഗ്രഹം നേടുന്നത് ഇച്ഛാശക്തി കൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് ചുറ്റുമുള്ള ഊർജങ്ങളുമായിട്ട് ഞാനും നിങ്ങളും, ഇപ്പം നമ്മുടെ ബോധം വരുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഈ പാശം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്, ഈ പാശശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ബോധം എപ്പോഴാണ് ഉണരുന്നത് എന്ന്? മനുഷ്യരുടെ ബോധം എപ്പോഴാണ് ഉണരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ബോധം ഉണരുക നമ്മുടെ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ ബോധം എപ്പോഴാണ് ഉണരുന്നത്? ഉറക്കത്തിലായിരിക്കുന്ന നിങ്ങൾ എപ്പോൾ ഉണരുന്നു എന്നാണ് ചോദ്യം. സിംപ്ലി ഐദർ സൗണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എല്ലാത്തിനും മുമ്പേ ഉള്ളതാണ് സൗണ്ട്, അല്ലെങ്കിൽ പ്രകാശം, വെളിച്ചം. അതായത് സൂര്യന്റെ പ്രകാശം, ആ അരുണിമ, ദ റെഡ് വൈബ്രേഷണൽ എനർജി, അല്ലെങ്കിൽ കളർ കോഡിലെ കളർ സ്പെക്ട്രത്തിലെ ആ റെഡിഷ് സ്പെക്ട്രം എപ്പോഴാണോ നമ്മുടെ ചക്രവാളത്തിൽ വരുന്നത്, രാത്രിയിൽ ആ റെഡ് നമുക്ക് ചക്രവാളത്തിൽ കാണാൻ സാധിക്കില്ല അല്ലെ? നമുക്ക് ചുറ്റും ആ റെഡ് നമ്മൾ കാണുന്നില്ല രാത്രി. എപ്പോഴാണ് പ്രഭാതം പൊട്ടി വിടരുന്ന സമയത്ത് ആ റെഡിഷ് ഹ്യൂ എപ്പോഴാണ് വരുന്നത്? അത് ആദ്യം കാണുന്നത് ആരാണ്? ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന പക്ഷികളാണ്. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ തുടക്കത്തിൽ ആര് കലവിലെ ശബ്ദം ഉണ്ടാക്കുന്നത്? പക്ഷികൾ ഉണ്ടാക്കണം. ആ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ മുഴുവൻ കർട്ടനും മൂടിയിട്ട റൂമിലാണെങ്കിൽ ആരെങ്കിലും വന്ന് കർട്ടൻ അപ്പുറത്തേക്ക് ആക്കിയാൽ എന്താവും? ആ വെളിച്ചം അടിക്കുന്ന നിമിഷം നിങ്ങളുടെ ഉറക്കം ഞെട്ടുമോ ഞെട്ടില്ല? ഞെട്ടും. അപ്പം ബോധം ഉണരുന്നത് യഥാർത്ഥത്തിൽ എന്തുമായിട്ടുള്ള കണക്ടിവിറ്റി വരുമ്പോഴാണ്? നിങ്ങളുടെ ശരീരത്തിന്, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിന് പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പാശശക്തി ഉണ്ട്. ആ പാശശക്തി ഉള്ളത് കൊണ്ടാണ് എൻ്റെ ബോധം ഉണരുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് ദേവി കയ്യിൽ വെച്ചിരിക്കുന്ന പാശമായിട്ട് നമ്മൾ പറയാം. ദേവി വെറുതെ കയ്യിലൊരു കയറ് പിടിച്ചിരിക്കണ ദേവിക്ക് എന്തിനാണ് കയറ്? മനസ്സിലായോ? ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ, ഇതൊക്കെ ഐക്കണാണ്, സിമ്പിൾസ് ആണ് അല്ലെ? ഈ സകലതും കൺട്രോൾ ചെയ്യാൻ പറ്റണ അവൾക്ക് കയറ് വേണോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ? നോ. സോ ആ കയറ് ഇറ്റ് ഈസ് റെപ്രസെന്റിങ് സം പ്രിൻസിപ്പൽ വാല്യൂസ്. പ്രകൃതിയിൽ നമ്മൾക്ക് അദൃശ്യമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശരീരം, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം ഈ പ്രകാശവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കുമോ? എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇതാ എൻ്റെ ബോഡി ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ഹാൻഡ്സ് ആൻഡ് എന്താ പറയുക, ജോയിനിങ് ഹാൻഡ്സ് വിത്ത് ദാറ്റ് ലൈറ്റ്, അങ്ങനെ കാണാൻ പറ്റുമോ?
ഇല്ല, ആ പ്രതിഭാസം അദൃശ്യമാണ്, രഹസ്യമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഇതുപോലെ ദേവിയുടെ ഒരു രൂപം വരച്ച് കയ്യിൽ എന്ത് കൊടുക്കണം? പാശത്തെ അവിടെ വെക്കണം. ആ പാശം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണം, മൈ ബോഡി ഇസ് എംബോഡിയിങ് വിത്ത് എ നാച്ചുറൽ പ്രിൻസിപ്പിൾ കോൾ അട്രാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സ്. അതാണ് പ്രകാശത്തെ തന്നിലേക്ക് ആകർഷിക്കുന്ന ശക്തി. അതിനെയാണ് എന്ത് വിളിക്കുക? പാശം. പിന്നെയുള്ളത് അങ്കുശമാണ്. അതെന്താണ്? റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അങ്കുശം നിങ്ങൾക്കറിയാം എന്തിനാ ഉപയോഗിക്കുക? അങ്കുശം എന്ന് പറഞ്ഞാൽ ആനയുടെ തോട്ടിയാണ് ഈ അങ്കുശം എന്ന് വിളിക്കുക. ആനയുടെ തോട്ടിയാണ് അങ്കുശം. എന്തിനാണ്? ആനയ്ക്ക് മദമിളകുമ്പോഴാണ് അങ്കുശത്തിന്റെ ആവശ്യമുള്ളത്. ആണോ അല്ലയോ? അല്ലേ? അപ്പം എന്തിനാണ് റിപ്പൾഷൻ? റിപ്പൾഷൻ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് ഞാൻ മാറി മറ്റുള്ളവന്റെ സ്ഥലം ആക്രമിക്കുക. ആനയ്ക്ക് മദം പൊട്ടുമ്പോൾ എന്താ ഉണ്ടാവുക? അത് സകലതിനെയും തച്ചുടയ്ക്കും, ഇല്ലേ? സകല പെരിമീറ്ററിലും അനിയന്ത്രിതമായിട്ട് കുതിച്ചു ചാടി എല്ലാത്തിനെയും അങ്ങോട്ട് ഇല്ലാതാക്കും. അപ്പം അവന്റെ പെരിമീറ്ററിൽ നിന്ന് അവനവൻ വേറൊരു പെരിമീറ്ററിലേക്ക് അതിക്രമിച്ച് കടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് എന്ത്? അങ്കുശം. അതിനെയാണ് റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുക. അപ്പം ദേവി കയ്യിൽ ഏന്തിയിരിക്കുന്നത് അട്രാക്ഷൻ ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തിനാണ് നമുക്ക് റിപ്പൾസീവ് ഫോഴ്സ്? ഇപ്പം നിങ്ങൾ സൗരയുധത്തെ നോക്കിയാൽ, യൂണിവേഴ്സിനെ നോക്കിയാൽ, ഈ ഗ്രഹങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാത്തത് എന്തുകൊണ്ടാണ്? ഗ്രഹങ്ങളെ ഒരു ഭ്രമണപഥത്തിൽ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പാശശക്തിയാണ്. അതുകൊണ്ട് അത് ആ ഭ്രമണപഥം വിടാതെ അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അത് മറ്റ് ഗ്രഹത്തിന്റെ പെരിമീറ്ററിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ്? ദർ ഇസ് എ റിപ്പൾസീവ് ഫോഴ്സ്. മറ്റ് ഗ്രഹങ്ങൾക്ക് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഈ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പം പ്രപഞ്ചമാകുന്ന ഈ പ്രതിഭാസത്തിൽ, പ്രകൃതിയിൽ അതിന്റെ ബേസിക്, പ്രകൃതി ചലിക്കുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും ഒക്കെ ഈ അട്രാക്ഷൻ ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ മനസ്സിന്റെ വികാരങ്ങൾ ശരിക്കും നമ്മൾ നിയന്ത്രിക്കുന്നത് ഈ അട്രാക്ഷൻ ആൻഡ് റിപ്പൾസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് മോശമാണ് എന്ന് തോന്നി തിരിച്ചു വരാൻ സാധിക്കുന്നത് ഈ അങ്കുശം ഉള്ളത് കൊണ്ടാണ്. അവിടെ അങ്കുശശക്തി ഉള്ളത് കൊണ്ടാണ് റിപ്പൾസീവ് ആവുന്നത്. മനസ്സിലായോ? അപ്പം ഞാനും നിങ്ങളുമാകുന്ന ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ആ ശക്തി വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രധാന രണ്ട് ആയുധങ്ങളാണ്. ദെൻ ഗോസ് ദ തേർഡ് ആൻഡ് ഫോർത്ത്, ഇക്ഷവും പിന്നെ ബാണങ്ങളും, അല്ല ധനുവും ബാണങ്ങളും. അതായത് കരിമ്പിന്റെ വില്ല്. കരിമ്പിന്റെ വില്ല് എന്ന് പറഞ്ഞാൽ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ്. കരിമ്പ് ഓൾവേസ് ഇറ്റ് റിപ്രസെന്റ് ഷുഗർ കെയിൻ. അതുകൊണ്ടാണ് ഷുഗർ കെയിൻ ബോ. എന്തിനാ ഷുഗർ കെയിൻ? അതൊരു സിംബോളിസം ആണ്. കാരണം മനസ്സിലാണ് നമ്മളുടെ എല്ലാ വികാരങ്ങളും ജനിക്കുന്നത്. പക്ഷേ മനസ്സില് വികാരങ്ങൾ ജനിക്കുമ്പോൾ നമുക്കറിയാം, കരിമ്പ് സാധാരണ എങ്ങനെയാണ്? കരിമ്പ് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ഹാർഡാണ്, അല്ലേ? ശരിക്കും കരിമ്പ് ശരിക്കും ഈസിലി എന്താ പറയുക, നമുക്ക് എഡിബിൾ അല്ല, അത് കഴിക്കാൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ ആ കടും പുറംതൊലി മാറ്റി എന്നിട്ട് തന്നെ അതിൻ്റെ അകത്തുള്ള മധുരം എടുക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം പാടുപെടണം. അതിനെ ചതച്ച് നീരെടുത്ത് ആ നീരിനെ വീണ്ടും അതിൻ്റെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചൂട് പാത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് അതിനെ ചൂടാക്കി അതിനെ കുറുക്കി എടുക്കുന്നതാണ് എന്ത്? ശർക്കര. ആണോ അല്ലയോ? അപ്പം യഥാർത്ഥത്തിൽ പിന്നെ കരിമ്പ് എന്ന ആ വസ്തുവിൻ്റെ അനുഭവം എന്താണ്? മാധുര്യമാണ്, അല്ലെ? അനുഭവം എന്താണ്? മധുരമാണ്. ഈ മധുരം എങ്ങനെയാണ് എടുക്കുന്നത്? ത്രൂ എ പ്രോസസ്. അപ്പം മനസ്സിന്റെ അകത്തെ മനസ്സിന്റെ ശക്തി എങ്ങനെ എടുക്കണം എന്നാണ് പറയുന്നത്. മനസ്സ് അപാരമായ ശക്തിയുള്ള സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ശക്തിയാണ് മനസ്സ്. ആ മനസ്സിനെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അത് ഈ പറയുന്ന പോലെ ഇതിനെ പോലെ, ഒരു വില്ലിനെ പോലെ. വില്ലിന്റെ പ്രത്യേകത എന്താ? വില്ലിന്റെ മാക്സിമം കപ്പാസിറ്റി നിങ്ങൾ ഏത് സമയത്താണ് എങ്ങനെയാണ് ആർജിക്കുന്നത്? യുദ്ധത്തിൽ വില്ല് പ്രയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? എപ്പോഴാണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുക? പരമാവധി അതിനെ പിറകോട്ട് വലിക്കുമ്പോഴാണ്. അതിനെ മാക്സിമം അതിന് പ്രഷർ കൊടുക്കുമ്പോഴാണ്, മെതിക്കുമ്പോഴാണ്. കരിമ്പിൽ നിന്ന് എപ്പോഴാണ് അതിന് മധുരം കിട്ടുക? അതിനെ മാക്സിമം ചതയ്ക്കുമ്പോഴാണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിന്റെ മാക്സിമം കപ്പാസിറ്റി നിങ്ങൾ എങ്ങനെയാണ് കൈവരിക്കുക എന്ന് പറഞ്ഞാൽ, മനസ്സിനെ മതിച്ച് ആ മനസ്സിന്റെ നീരിനെ എടുത്ത്, കരിമ്പ് നീരെടുത്ത് വീണ്ടും അതിനെ തപസ്, ചൂടാന്ന് പറഞ്ഞാൽ തപം ചെയ്യിക്കുക. ആ മനസ്സിന്റെ ആശയങ്ങളെ തപസ് കൊണ്ട് വീണ്ടും നിങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മധുരം കിട്ടുക.
കണ്ടോ? അപ്പം ദേവി എന്താണ് എന്ന് പറയുന്നു? ഈ മനസ്സും ആ വില്ലും അമ്പുമാണ്. അമ്പ് 5 പുഷ്പബാണങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. അമ്പ് എന്ന് പറഞ്ഞാൽ സദാ എന്താണ്? പുറത്തേക്ക് പോകുന്നതാണ് അല്ലെ? പുറത്തേക്ക് പോകുന്നതാണ്, വിദൂരതയിലേക്ക് പോകുന്നതാണ്. വിദൂരതയിലേക്ക് പോകുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്താ അത്? വിദൂരതയിലേക്ക് നമ്മൾ അയക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ്. 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ സദാ പുറത്തേക്ക് പ്രകൃതിയിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും. വില്ല് പോകുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സെൻസിറ്റീവ് ഇമ്പൾസസ് പുറത്തേക്ക് പോകും. എന്നിട്ട് നമ്മൾ തിരികെ കൊണ്ടുവരുന്നതാണ് ആഹാരം. നമ്മുടെ ശരീരത്തിന്റെ ആഹാരം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ്, പുറത്തേക്ക് പോകുന്നത് ബാണങ്ങളും. അപ്പം ഒരു മനസ്സിന്റെ ശക്തി പുറത്തേക്ക് പോകുന്നതും ആ ശക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങളെയും മെതിച്ച് അതിന്റെ ഈ പറയുന്ന യഥാർത്ഥ റിസൾട്ട് എടുക്കുന്ന ശക്തി ആരാണ്? മനസ്സിന്റെ പരിപൂർണമായ ശക്തി, അത് ദേവിയാണ്. അതുപോലെ ഇന്ദ്രിയങ്ങളുടെ ശക്തി അതാരാണ്? അത് ദേവിയാണ്. ഇതിനെ എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ദേവിയുടെ പ്രധാനപ്പെട്ട 4 ശക്തികളെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥത്തിലൂടെ പോയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ചുമ്മാ ഒരു ദേവി, ഒരു പേഴ്സോണിഫൈഡ് ദേവി, കയ്യിൽ ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ദേവി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ദേവി എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ദേവി ഇന്ന് വരും, നാളെ വരും, മറ്റന്നാളെ വരും. ഈ ദേവി വരുമോ ശരിക്കും? ഇനി നിങ്ങൾ പറ, ഈ ദേവി വരുമോ ശരിക്കും? ഈ ദേവി അതീന്ദ്രിയമായ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അസ്തിത്വത്തിന്റെ, ജീവാത്മാവിന്റെ ഉള്ളില് എംബോഡീഡ് ആയ ഒരുപാട് ശക്തികളെയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ആ രൂപം. അപ്പൊ ഞാൻ എൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ദേവിയെ കാണാൻ സാധിക്കും. കാണാൻ സാധിക്കില്ലേ? ഈ പറയുന്ന 3 ബോധത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആ ബോധം രാവിലെ ഉണരുന്നത് ഈ പ്രകാശത്തെ അട്രാക്ട് ചെയ്യുന്നതാണ്. സോ പാശശക്തി ഈസ് ദെയർ ഇൻ മീ. അതുപോലെ എൻ്റെ വികാരങ്ങൾക്ക്, എനിക്ക് മനസ്സിന് ഇഷ്ടമില്ലാത്തതോ എനിക്ക് അസൗകര്യമാകുന്ന സിറ്റുവേഷൻസിൽ നിന്നോ ഞാൻ തിരിച്ചു നടക്കാൻ എന്നെ സഹായിക്കുന്നത് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട് എനിക്ക്. അതിന് നേരെ കണ്ണടയ്ക്കാനും ചെവി പൊത്താനും ഒക്കെ പറ്റുന്നത് ആ റിപ്പൾസീവ് ശക്തി. അപ്പം ദെർ ഈസ് എൻ അങ്കുശം ഇൻ മീ. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് കൊണ്ട് ഞാൻ നേടിയെടുക്കുന്ന അപാരങ്ങളായ ഒരുപാട് എന്താ പറയുക ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് എനിക്കറിയാം. അപ്പൊ ആ ശക്തിയാണ് ഇവിടെ എന്ത്? ഇക്ഷുബാണം. അപ്പൊ മനസ്സിന്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് മധുരത്തെ എടുക്കേണ്ടത്? ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന ഇൻപുട്സിനെ വെച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്ത്, ഡാറ്റ അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു തിയറിയിലേക്ക് എത്തുക. അതാണ് ഈ പറയുന്ന മാധുര്യം, മനസ്സിന്റെ മാധുര്യം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത്. പലപ്പോഴും നമ്മൾക്ക് തെറ്റായ ഇമോഷൻസ് വരുന്നത് മനസ്സിനെ മതിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ഇൻപുട്സ് അതേപോലെ പ്രോസസ്സ് ചെയ്താൽ, അനലൈസ് ചെയ്യാതെ ബുദ്ധി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? റോങ് ഇമോഷൻസ് ജനറേറ്റ് ചെയ്യപ്പെടും മനസ്സിൽ. അങ്ങനെയാണ് നമുക്ക് കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാകുന്ന 6 ബേസിക് നെഗറ്റീവ് ക്വാളിറ്റീസ് നമ്മുടെ മനസ്സ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇത് നമുക്ക് ഡീറ്റെയിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ ധ്യാന ശ്ലോകം നമ്മളോട് സംസാരിക്കുന്നത് സീക്രട്ടീവ് ലാംഗ്വേജ് ആണ്. ഈ ആദ്യത്തെ ധ്യാന ശ്ലോകം എന്നല്ല, ലളിതാ സഹസ്രനാമം മുഴുവനും നിങ്ങളോട് പറയുന്നത് ഇതുപോലെയുള്ള രഹസ്യ ലാംഗ്വേജ് ആണ്. ആ രഹസ്യ ലാംഗ്വേജ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നതിനെ ഈ രഹസ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഞാൻ എന്ന അസ്തിത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സഹസ്രനാമം എന്ന് പറയുന്നത് ദേവിയുടെ 1000 നാമങ്ങളാണ്. ഈ 1000 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരുകളല്ല, മറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ജീവാത്മാക്കൾക്ക് നമ്മൾ കൊണ്ട് നടക്കുന്ന അനന്തമായ ക്വാളിറ്റീസിനെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഉപയോഗിക്കുന്ന സീക്രട്ട് കോഡ്സ് ആണ് എന്ത്? 1000 നാമങ്ങൾ. ഈ 1000 നാമങ്ങൾ നിങ്ങൾ ഇതുപോലെ സീക്രട്ട് ആയിട്ട് അതിനെ ഡീകോഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓഫ്, ഞാൻ എന്ന് പറയുന്ന ആൾ ഇത്രയും ശക്തിയുള്ള ആളാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇതുവരെ നമ്മൾ ഇതൊന്നും നമ്മളിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ആ മൂർത്തിയുടെ മുമ്പിൽ പോയി കൈകൂപ്പിയിട്ട് ഞാൻ ഇന്ന വഴിപാട് ചെയ്താൽ എനിക്ക് ഇല്ലാത്തത് എന്തോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരിക്കുന്നത്. ആണോ? ആണ്. പക്ഷേ എങ്ങനെയാ അത് വരിക? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു പരിവർത്തനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, നിങ്ങൾ കുളിച്ച് ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന്, നിങ്ങൾ ആ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നിങ്ങൾ അണിഞ്ഞൊരുങ്ങുന്ന സമയത്ത്
കുളിച്ചിറങ്ങിയ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായി ഇതുപോലെ സീക്രട്ടായി ഇരുന്ന ഒരു സൗന്ദര്യത്തെ നിങ്ങൾക്ക് പുറമെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അത് സാധിച്ചത് എപ്പോഴാണ്? കണ്ണാടി എന്ന ഉപാധി നിങ്ങൾ ഉപയോഗിച്ചപ്പോഴാണ്. ആണോ അല്ലയോ? കണ്ണാടി ഉപയോഗിക്കാതെ നിങ്ങൾ എത്ര തന്നെ ഒരുങ്ങിയാലും അത്രയും സൗന്ദര്യം കിട്ടുമോ നിങ്ങൾക്ക് പുറത്തേക്ക്? ഇല്ല. സോ ദ എൻഹാൻസ്മെന്റ് ഷുഡ് ഹാപ്പൺ വിത്ത് ആൻ ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ആ ഒബ്ജക്റ്റ് ആണ് എന്ത്? നമ്മുടെ വിഗ്രഹം. മനസ്സിലായോ? ക്ഷേത്രം എന്നുള്ളത് നിങ്ങളുടെ ഈ പറയുന്ന ഗ്രൂമിങ് ഏരിയ ആണ്. ക്ഷേത്രം എന്താണ്? നിങ്ങളുടെ ഗ്രൂമിങ് ഏരിയാസ് ആണ്. നിങ്ങളെ അണിയിച്ചൊരുക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം. അപ്പം നിങ്ങളും ഞാനും ക്ഷേത്ര സന്ദർശനം നടത്തിയാൽ അവിടെ ചെയ്യേണ്ട പ്രവൃത്തി എന്താ ശരിക്കും? അപേക്ഷ കൊടുക്കലാണോ? നിങ്ങൾ കുളിച്ച് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് കണ്ണാടിക്ക് ഒരു അപേക്ഷ കൊടുക്കുക കൈകൂപ്പിയിട്ട്, എന്നെ ഒന്ന് നന്നായിട്ട് അണിയിച്ചൊരുക്കൂ, എൻ്റെ കണ്ണിന്റെ ആകർഷണം കൂട്ടൂ, പ്ലീസ് 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 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ ആകർഷണം കൂടുമോ? അല്ലെങ്കിൽ എൻ്റെ പുരികങ്ങൾ വളരെ വൃത്തിയാക്കി തരൂ എന്ന് പറഞ്ഞാൽ ചെയ്തു തരുമോ? കണ്ണാടി ചെയ്തു തരുമോ? ഇല്ല. കണ്ണാടിയെ നോക്കിയിട്ട് നിങ്ങളുടെ അന്തരംഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരണം. ദാറ്റ് പ്രോസസ് അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ത്? ആ കണ്ണാടി. അപ്പം ക്ഷേത്രവും ക്ഷേത്ര കലകളും ക്ഷേത്ര പൂജകളും ക്ഷേത്ര വഴിപാടുകളും ക്ഷേത്രാങ്കണവും നിങ്ങളെ എന്തിനു സഹായിക്കുന്നു? ഇനി പറ, എന്തിനു സഹായിക്കുന്നു? എന്തിനു സഹായിക്കുന്നു? നിങ്ങൾ ആകുന്ന ആത്മാവിനെ 100% നിങ്ങൾക്ക് അറിയാനും നിങ്ങളുടെ ആ ആത്മാവിന്റെ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളെ സഹായിക്കുന്ന ഇടമാണ് ക്ഷേത്രം. അത് പരാതി പറയാനുള്ള സ്ഥലമല്ല, നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സ്ഥലമല്ല. ഇറ്റ് ഈസ് മെന്റ് ഫോർ സംതിങ് എൽസ്. ഈ ധാരണയിലാണോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാറുള്ളത്? എന്നാൽ ഇന്നു മുതൽ നമ്മൾ ആ ധാരണ പൊളിച്ചു മാറ്റുകയാണ്. ഇതാണ് നമ്മൾ ഈ പാഠ്യപദ്ധതിയിലെ പ്രധാനപ്പെട്ട ഗുണം. അതാണ്. കാരണം ഇതൊരു ബേസിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക്. കാരണം ഞാൻ അല്ലാതെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇയാൾ എന്താണ് ഈ പറയുന്നത്? നമ്മൾ അറിഞ്ഞ ദേവി ഇങ്ങനെയല്ലല്ലോ, നമ്മൾ അറിഞ്ഞ ക്ഷേത്രം ഇതല്ലല്ലോ, വിഗ്രഹം ഇദ്ദേഹം നിരീശ്വരവാദിയാണോ? ഈ യതീശയിൽ ഇദ്ദേഹം ഈ പഠിപ്പിക്കാൻ വന്നത് ശരിക്കും ഹിന്ദുക്കളെ നിരീശ്വരവാദികളാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു പോകും. അപ്പൊ അത് ഉണ്ടാവാതെ, ആ തെറ്റിദ്ധാരണ ഉണ്ടാവാതെ ഇരിക്കാനാണ് തുടക്കത്തിൽ തന്നെ ഇതാദ്യമേ ഞാൻ പറഞ്ഞത്. കുറച്ച് സമയം അതിന് ഇലാബറേറ്റ് ചെയ്യാൻ എടുത്തത് അതുകൊണ്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. ക്രമേണ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പൊളിക്കാൻ ശ്രമിക്കുന്നത് വലിയ ബങ്കേഴ്സ് ആണ്. എന്താ പറയുക, സാധാരണ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അല്ല, ബങ്കേഴ്സ് ആണ്. ബങ്കേഴ്സ് പൊളിക്കണമെങ്കിൽ അത്രയും ഹാർഡായ ബോംബ് ഞാൻ ഇടണം, അല്ലേ? നമുക്കറിയാലോ, മിലിറ്ററി ഓപ്പറേഷൻസിൽ ബങ്കേഴ്സ് തകർക്കണമെങ്കിൽ ഒരു വളരെ ഹാർഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ബോംബ്സ് ഇടണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും നമുക്ക് ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് ഇതുവരെ നിങ്ങൾ ധരിച്ച ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അതിനെ നമുക്ക് നീക്കിയെടുക്കണം. അത് നീക്കിയെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സത്യമെല്ലാം പുകമറ നീക്കി പുറത്തേക്ക് വരിക. ആ സമയത്താണ് ഈശ്വരി ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു സൗന്ദര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും, നിങ്ങൾക്ക് അനുഭവവേദ്യമാവാൻ തുടങ്ങും. ആ അനുഭവവേദ്യമാകുന്ന യാത്രയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, സസന്തോഷം ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് ഇതൊരു അൺലേണിംഗ് പ്രോസസ്സാണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവും, വരട്ടെ, സംശയങ്ങൾ വരട്ടെ. നമുക്കതൊക്കെ ഈ പറയുന്ന പോലെ ഇൻ ഡ്യൂ പ്രോസസ്, 1 by 1. നമുക്ക് എല്ലാം ഇപ്പം സ്വിച്ച് ഇട്ട പോലെ നമുക്കിപ്പോൾ ഓൾ ഓഫ് എ സഡൻ എല്ലാം തീർക്കാനാവില്ല. ഇറ്റ് നീഡ് സർട്ടൻ എക്സ്പ്ലനേഷൻസ്. അതൊക്കെ നമുക്ക് സമയാസമയം നമ്മൾ ക്ലാസ്സിലൂടെ പഠിക്കും. അപ്പം ദേവിയുടെ ആദ്യത്തെ വന്ദനാ ശ്ലോകമാണ് ഇന്ന് ഞാൻ ഇവിടെ ഡീകോഡ് ചെയ്തത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിവിടെ 7 ധ്യാന ശ്ലോകം ഉണ്ട്. അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു ഫസ്റ്റ് പോയിന്റും അതിൻ്റെ ബേസിക് തിയറീസുമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത് തന്നെ ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമില്ല. ഇനി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനിയും എക്സ്ട്രാ ഡീറ്റെയിൽ ചെയ്യാത്തത്. ഇനി പിന്നെ നമുക്ക് 2 മുതൽ ഇനിയും ഉള്ള 7 വരെയുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാം. എൻ്റെ ഒരു ഡീപ്പ് റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ക്ലാസ് റെക്കോർഡിങ്സ് ഒന്നുകൂടെ നിങ്ങൾ കേൾക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. നോട്ടായിട്ട് എഴുതി വെക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഇറ്റ് വിൽ ബി ടു ലെങ്തി ഫോർ യു ടു റൈറ്റ് ഓൾ ദ നോട്ട്സ്. നിങ്ങൾക്ക് ശേഖരിച്ച് വെക്കാനോ മനസ്സിൽ ഓർത്ത് വെക്കാനോ ഇഷ്ടമുള്ള പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഒരു ലൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കാം. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഇത് ആവശ്യം വരും. വേറെ ഒന്നിനുമല്ല, മനസ്സിലേക്ക് ആ അർത്ഥത്തെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് വേണം. അല്ലാതെ മനസ്സിൽ ഈ 1000 നാമങ്ങളുടെ ഗുണവും ഞാൻ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എല്ലാം ഓർത്തിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല.
അപ്പം ഓരോ നാമത്തിൽ എത്തുമ്പോഴും അവിടെ ഇമ്പോർട്ടൻ്റ് ആയ കീവേഡ് നമുക്ക് അറിയെങ്കിൽ എളുപ്പം മനസ്സിൽ ആ ഭാവങ്ങൾ വരും. ഇപ്പൊ നമ്മൾ ചില സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ ഇത് ഇന്നയാളുടെ സ്ഥലം എന്ന് ഓർക്കാറില്ലേ? ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഈ പറയുന്ന പോലെ ബോംബെയിലേക്ക് പോകണു, അപ്പൊ കർണാടകത്തിൽ മംഗലാപുരത്ത് എൻ്റെ ഇന്ന റിലേറ്റീവ് ഉണ്ട്, മംഗലാപുരം എത്തുമ്പോൾ അയാൾ ഓർക്കില്ലേ? അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ പദങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആശയങ്ങൾ എടുത്തു വെക്കുമ്പോൾ, ഇപ്പോൾ ഈ ശ്ലോകത്തിൽ ഇന്നതാണ് ഇമ്പോർട്ടൻ്റ് ഞാൻ ഓർത്ത് വെക്കേണ്ടത് എന്ന് ഓർത്ത് വെക്കുമ്പോൾ ആ ശ്ലോകം ചൊല്ലുമ്പോൾ ആ ഇമ്പോർട്ടൻ്റ് മനസ്സിലേക്ക് വരും. മനസ്സിൽ ഭാവം ഉണരുമ്പോഴാണ് ഈ ചൊല്ലുന്നത് മന്ത്രമാവുക. അതല്ലെങ്കിൽ വെറുതെ മെക്കാനിക്കൽ റെസിറ്റേഷൻസ് ആവും, അതിൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. മനസ്സിലായോ? ഇതിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ എന്താ പറയുക, എൻഹാൻസ്മെൻ്റ് ആണ് നടക്കേണ്ടത്. മന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് എന്തോ അത് മന്ത്രം. അപ്പം മനസ്സിൻ്റെ എൻഹാൻസ്മെൻറ്റ് നടക്കണമെങ്കിൽ മനസ്സിൽ ഭാവം വരണം. ഭാവം വരണമെങ്കിൽ ഈ പറയുന്ന ഐഡിയാസ് നമുക്ക് ഹാൻഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് 1 hour ആണ്, അത് ടൈം കൺസ്ട്രെയിനിൽ തന്നെ നിർത്തണം എന്നുള്ള ഒരു ബുദ്ധി കൊണ്ട്, നിർബന്ധ ബുദ്ധി പ്രത്യേകിച്ചുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്രയിൽ നിർത്താം. നമസ്തേ, നന്ദി. ഋഷി നമസ്തേ. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. നമസ്തേ, നന്ദി. നമസ്തേ, നന്ദി.